എന്താണ് ഇൻ്റർനെറ്റ് മരിച്ചോ? ഡെഡ് ഇൻ്റർനെറ്റോ? എന്താ ഈ ചങ്ങായി പറയുന്നത്? ഇൻ്റർനെറ്റൊന്നും മരിച്ചിട്ടില്ലല്ലോ. വീഡിയോ സ്ട്രീം ആവണു, റീൽസ് കാണാൻ പറ്റുന്നു, അൺലിമിറ്റഡ് 5G എല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ ഇൻ്റർനെറ്റ് മരിച്ചു എന്ന് പറയുന്നത്? എന്താണ് സംഭവം എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റം പറയാനൊന്നും പറ്റില്ല. അത് ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഡെഡ് ഇൻ്റർനെറ്റ് തിയറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഒരു തിയറി എന്ന് ആക്ച്വലി ഇതിനെ വിളിക്കാനേ പറ്റില്ല. ഇതൊരു ഗ്രാൻഡ് സ്കെയിലിൽ, ഇത് അമേരിക്കയിലോ അല്ലെങ്കിൽ വല്ല യൂറോപ്പിലോ നടക്കുന്ന ഒരു സംഭവമല്ല. നമ്മുടെയൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ മുന്നിലും, അതിപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെയൊക്കെ മൈൻഡ് ഫക്ക് എന്നൊരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗ്രാൻഡ് സ്കെയിൽ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് ബോധവാന്മാരാവാൻ പറ്റും. ഇങ്ങനെയും കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ദിസ് ഈസ് ഗോണ ബി ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് എവർ. റോബോട്ടുകൾ ഉണ്ടായിട്ട് റോബോട്ടുകൾ വന്ന് നമ്മളെ കൊല്ലേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ തമ്മിൽ തന്നെ അടിച്ച് പിരിഞ്ഞ് ചാവേണ്ടി വരും. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അത്രയും ഒരു മോശം വഴിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ സംഭവം ഈ ഒരു കാര്യമാണ്, ഈ ഡെഡ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമാണ്. ഇത് ഒരു തിയറി ആയിരുന്നു ഇത്രയും കാലം. ഇപ്പോൾ അത് ഫുൾ ഫ്ലെഡ്ജിൽ റൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക് നമ്മൾക്ക് വേണമെങ്കിൽ വെറുതെ ഇതിങ്ങനെ തിയറി, ആ തിയറി ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, ഇതിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങനെ പറഞ്ഞു പോവാം. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവണം. ഇത് എന്നെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഒരാൾ ഇതെങ്ങനെ ബാധിക്കുന്നു. അപ്പോൾ അത് ഈസിയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാനും ഭയങ്കര ഈസിയാണ്. ഒരു 5 മിനിറ്റ് ഞാൻ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു തരാം. 2 എക്സാമ്പിൾ അത്രേ പറയുന്നുള്ളൂ. ആദ്യം 2 എക്സാമ്പിൾ പറയാം, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ ആരാ തുടങ്ങിയെന്നും ഇതിപ്പോൾ എവിടെ എത്തി നിൽക്കണമെന്നും ഇതെങ്ങനെ നമ്മളെയൊക്കെ വഴി തെറ്റിക്കുന്നു എന്നും എല്ലാം നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 എക്സാമ്പിൾ എടുക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ഈസി. നമുക്കിപ്പോൾ നിങ്ങളൊരു പോസ്റ്റ് ഇടുകയാണ് ഇൻ്റർനെറ്റിൽ, സോഷ്യൽ മീഡിയയിൽ, ഫ്രീ പാലസ്തീൻ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. എന്ത് സംഭവിക്കുന്ന അറിയാലോ? അതിൻ്റെ അടിയിൽ ആൾക്കാർ തുടങ്ങും അടി കൂടാൻ. ഞാൻ ഇസ്രായേലിൻ്റെ കൂടെ, നിങ്ങൾ എന്ത് തീവ്രവാദികളുടെ കൂടെയാണോ നിങ്ങൾ? ഹമാസ് എത്ര പേരെ കൊന്നു നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ തീവ്രവാദികളുടെ കൂടെയാണോ അപ്പം നിൽക്കുന്നത്? പാലസ്തീൻകാരനെയൊക്കെ ഫ്രീ ആക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ തീവ്രവാദികളുടെ സൈഡല്ലേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരും. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ടീംസും വരും. അവർ പറയും തീവ്രവാദികൾ ഹമാസ് അല്ലേ, അതിന് പാലസ്തീൻകാർ എന്ത് ചെയ്തു? പാലസ്തീൻകാരനെ രക്ഷിക്കൂ, അവർക്ക് വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥയിലല്ലേ അവർ നിൽക്കുന്നത്, അവരെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടീംസ് വരും. അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻസിൽ പൊടിപ്പൂരം. പിന്നെ എന്താ പറയുക, പിന്നെ ആദ്യം കുറച്ച് മര്യാദയ്ക്ക് കഴിക്കും, പിന്നെ തെറിവിൽ തുടങ്ങും. നീ അവനല്ലടാ, നീ ഇവല്ലടാ, നീ സുഡാപ്പിയല്ലടാ, നീ മറ്റവനല്ലടാ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. ഇതന്നെയാണ് ഒരു വാർത്ത ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അടി തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി നിങ്ങൾ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ 2 ആൾക്കാരുണ്ട്, പോളറൈസ്ഡ് ആയിട്ടുള്ള 2 ആൾക്കാരുണ്ട്, 2 വിഭാഗത്തിൽപ്പെട്ട 2 ആൾക്കാരുണ്ട്. ഒന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരും, ഒന്ന് ഈ പാലസ്തീനിലെ ആൾക്കാരിനെ ഈ യുദ്ധമൊക്കെ അവസാനിപ്പിക്കണം, ഈ ആൾക്കാരിനെ കൊല്ലണം അവസാനിപ്പിക്കണം എന്ന് പറയുന്ന വേറെ ആൾക്കാർ. അപ്പോൾ 2 പേരിൻ്റെ വ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഒരു പോഡ്കാസ്റ്റിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് ഇസ്രായേലുകാർ IDFകാർ ഫുഡൊക്കെ പാലസ്തീനിലേക്ക് എത്തിക്കുന്നുണ്ട് അത്ര. പുള്ളി നേരിട്ട് വന്ന് പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ ഹമാസുകാർ ആ ഫുഡിനെ അടിച്ചു മാറ്റിയിട്ട് ഈ പാലസ്തീനിലുള്ള ആൾക്കാർക്ക് പൈസയ്ക്ക് മറിച്ച് വിൽക്കുകയാണ്. അപ്പോൾ ഈ ഹമാസിൻ്റെ കയ്യിൽ കുറേ കൺട്രോൾ വരുന്നത് ഈ ഫുഡും സപ്ലൈസൊക്കെ ആദ്യം അടിച്ചു മാറ്റുന്നതുകൊണ്ടാണ് എന്നാണ് ഇസ്രായേലിൻ്റെ ഒരു പക്ഷം. മറുപക്ഷം എങ്ങനെയാണ്? പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുന്നത്? ഈ ബാക്കിയുള്ള ഈ ഫുഡും ഈ ബാക്കിയുള്ള ഈ സപ്ലൈസൊക്കെ എത്തുന്നത് ഇസ്രായേലുകാർ എത്തുമ്പോഴേക്കും തന്നെ അവരിനെ ബോംബിട്ട് കൊല്ലുകയാണ്, അല്ലെങ്കിൽ അത് മേടിക്കാൻ പോകുമ്പോൾ ക്യൂ നിൽക്കുമ്പോൾ IDFകാർ വന്ന് വെടിവെച്ച് കൊല്ലുകയാണ്.
അതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇതാണ് രണ്ട് പക്ഷം. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലല്ലേ നമ്മൾ ഇരിക്കുന്നത്, നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ. അതായത് നിങ്ങൾ എന്ത് അപ്പൊളിറ്റിക്കലായിട്ടുള്ള നിങ്ങളിതൊന്നും മൈൻഡ് ചെയ്യാത്ത ആളാണ്. നിങ്ങൾ വെറുതെ പെമ്പിളാൻ്റെ ഡാൻസും മറ്റേതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റേ ടണ്ണൻ AJP ആ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്കിങ്ങനെ ഒരു ഇടയ്ക്കൊരു റീലോ അല്ലെങ്കിൽ ഇടയ്ക്കൊരു പോസ്റ്റ് എന്തെങ്കിലും കാണുമ്പോൾ ഒരു ഒപ്പീനിയൻ ഉണ്ടാവില്ലേ നമ്മുടെ മനസ്സിൽ. ഇതെന്താ അവരിങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെന്താ ഈ തീവ്രവാദികളൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ ഈ ഇസ്രായേലുകാർക്ക് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. ആ ഒപ്പീനിയൻ എങ്ങനെ ഫോം ചെയ്തു? നമ്മൾ കാണുന്നതും നമ്മൾ വായിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് കാണിച്ച് തരുന്നതുമായിട്ടുള്ള വീഡിയോസ് ആയിക്കോട്ടെ, ന്യൂസുകളായിക്കോട്ടെ, പോസ്റ്റുകളായിക്കോട്ടെ, റൈറ്റപ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ വായിക്കുമ്പോഴും കാണുമ്പോഴും അല്ലേ നമുക്ക് ആ ഒപ്പീനിയൻ ഉണ്ടാവുന്നത്. ഈ പറഞ്ഞ ഒരാളും ഇസ്രായേൽ 99%, ചിലപ്പോൾ 100% ഉണ്ടാവും, ആരെങ്കിലും ഇസ്രായേലിലോ പാലസ്തീനിലോ പോയിട്ട് ഹമാസിനെ ഇൻ്റർവ്യൂ ചെയ്ത് ഹമാസ് പറയൂ നിങ്ങൾ എന്താണ് ഭക്ഷണമൊന്നും ഇവർ കൊടുക്കാത്തത്, നെതന്യാഹു പറഞ്ഞ പോലെ നിങ്ങൾ ഭക്ഷണമൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വെച്ച് അത് പൈസയ്ക്ക് മറിച്ച് കൊടുക്കുകയാണോ എന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ചോദിച്ചിട്ടൊന്നും ഇല്ലല്ലോ, അങ്ങോട്ട് പോയിട്ടൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ IDF-കാരൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കുട്ടികളിലൊക്കെ കൊല്ലണ്, നിങ്ങൾക്ക് ഹമാസ് തീവ്രവാദികളെ മാത്രമേ കൊന്നാൽ പോരെ, എന്തിനാണ് ഈ വെറുതെ ഇന്നലെ ജനിച്ച കുട്ടികളിലൊക്കെ നിങ്ങൾ കൊല്ലുന്നത് എന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ കിടക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും ബാത്റൂമിൽ ഇരുന്ന് മറ്റേ റീൽസ് കാണുമ്പോൾ ആ കുറേ റീൽസും കണ്ടൻറ്റും മീംസും അത് പല ഫോർമാറ്റിൽ വരും. ഇതെല്ലാം കണ്ടിട്ട് അതിന്ന് നമുക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിന് എന്താണ്, ഇത് ഇവർ ചെയ്യുന്നത് തെറ്റാണ്, കുട്ടികളെ കൊല്ലാൻ പാടില്ല, അങ്ങനെ ഒരു ഒപ്പീനിയൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ മനസ്സിൽ. അത് നമ്മളെങ്ങനെയാണ്, നമ്മൾ സ്വന്തമായിട്ട് അവിടെ പോയിട്ടല്ല, നമ്മളിങ്ങനെ ഓരോ കാണുമ്പം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിൽ വേറൊരു വിഭാഗമുണ്ട്, അത് മതപരമായിട്ടുള്ള വിഭാഗമുണ്ട്. ചിലപ്പോൾ റിലീജിയസ് ആയിട്ട് ചിലപ്പോൾ ഈ മുസ്ലിം ആൾക്കാർക്ക് അവിടെ മുസ്ലിം ആൾക്കാരാണല്ലോ മരിക്കുന്നത്, അപ്പോൾ അവർക്ക് മതത്തിൽപ്പെട്ട ആൾക്കാരനെ കൊല്ലണത് ശരിയല്ല എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ടാവും. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ UAE-യും സൗദിയും അവരൊക്കെ മുസ്ലിംസ് തന്നെയല്ലേ, അവരൊന്നും സഹായിക്കുന്നില്ലല്ലോ, ഒന്നും ഇടപെടുന്ന പോലും ഇല്ലല്ലോ. എബ്രഹാം അക്കോർഡ്സൊക്കെ സൈൻ ചെയ്ത് അപ്പുറത്ത് മാറിയിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാ മുസ്ലിംസും അങ്ങനെയാണെന്നല്ല, അങ്ങനെ വിചാരിക്കുന്നവർ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ എങ്ങനെയായാലും നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും. ഇപ്പോൾ അമേരിക്കയിൽ കോളേജിൽ, അമേരിക്കയിൽ കൊളംബിയ യൂണിവേഴ്സിറ്റി മറ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രൊട്ടസ്റ്റാണ് ഈ ഇസ്രായേലിലെ ലോബിക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് പ്രൊട്ടസ്റ്റാണ്. അവരാരും മറ്റേ മുസ്ലിംസും കാര്യങ്ങളൊന്നുമല്ല, അവർക്ക് ഇതുപോലെ ഓരോ ഒപ്പീനിയൻ അവരുണ്ടാക്കിയെടുത്തിട്ട് ഇങ്ങനെ ആയിരിക്കാം, അവിടെ ഇങ്ങനെ ആയിരിക്കാം, ആരും പോയി കണ്ടിട്ടൊന്നുമില്ല, ഇങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ആണ് അവർ പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതാണ് ഈ ഒപ്പീനിയൻ്റെ ഒരു കാര്യം. ഇനിയിപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീനോ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, അത് അവിടെ എന്തോ നടക്കട്ടെ, നിങ്ങൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, മലപ്പുറത്ത് ഹൈവേ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അപ്പം നിങ്ങളൊരു റീൽ കാണുകയാണ്, ഒരു ഹിന്ദി അല്ലെങ്കിൽ ഒരു നാഷണൽ ഇതൊക്കെ ഉള്ളൊരു ഒരു പേജിൻ്റെ റീലാണ് നിങ്ങൾ കാണുന്നത് വയ്ക്കാം. അപ്പോൾ അതിലെന്തായിരിക്കും കണ്ട, കേരള ഗവൺമെൻറ് കെട്ടിയിട്ട് ഒരു റോഡ് പൊളിഞ്ഞു വീണു. അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻസ് മുഴുവൻ എന്തായിരിക്കും, കേരള 100% ലിറ്ററസി സാർ, ഈ ലിറ്ററസി കൊണ്ടാണോ ഈ റോഡ് ഉണ്ടാക്കിയത്, ഇവർ ഫുള്ള് തീവ്രവാദി, കേരളം മുഴുവൻ തീവ്രവാദികളാണ്, കേരളക്കാർ നമ്മുടെ ഫുള്ള് പൈസയൊക്കെ കൊണ്ടുപോവാണ്, അവർ അവിടെ പ്രൊഡക്ഷനും ഇല്ല, ഒരു കോപ്പും ഇല്ല, നിങ്ങൾ ഫുള്ള് പറ്റിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് കേരളക്കാരെ തെരുവിലായിരിക്കും മുഴുവൻ. അതേ സമയത്ത് വേറൊരു പേജിൽ എന്തായിരിക്കും, ഇത് NHA അല്ലേ, നാഷണൽ ഹൈവേൻ്റെ അണ്ടറിലാണല്ലോ ഈ ഹൈവേ വരുന്നത്, ഗഡ്കരി നമ്മുടെ കേന്ദ്രത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത് പൊട്ടിയത് എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിൽ റീലും. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തായിരിക്കും, കണ്ട
മോദി സർക്കാർ ഇതാണോ, എന്താണ് മറ്റേ സ്പേസ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് റോഡ് ഉണ്ടാക്കുന്നോ, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇതാണോ സ്പേസ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് ഗഡ്കരി എന്തോ ഭയങ്കര റോഡ് ഉണ്ടാക്കി മലമറിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ചീത്ത വിളിക്കലായിരിക്കും ആ റീലിൽ. അപ്പം നിങ്ങൾ ഇതിൽ ഏത് റീലാണ് നിങ്ങൾ കാണുന്നത് എന്നനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഉണ്ടാക്കുക. ഇതിൻ്റെ സത്യമോ, ഇതിൻ്റെ എത്ര ശതമാനമാണ് സ്റ്റേറ്റിൻ്റെ, എത്ര ശതമാനമാണ് കേന്ദ്രത്തിൻ്റെ, ആരാണ് ഇത് കോൺട്രാക്റ്റ് എടുത്തത്, ഏത് കമ്പനിയാണ്, അവന്മാർ എന്തൊക്കെ തോന്നിവാസം ചെയ്തിട്ടുണ്ട്, അതൊന്നും നമുക്ക് അന്വേഷിക്കാനും അതൊക്കെ ഇങ്ങനെ മറ്റേ ഒരു പണിയും തോരും ഇല്ലാത്തതായിട്ട് പോലുള്ളവന്മാർ ഇരുന്നിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സാധാരണ ഒരാളാണോ, അപ്പോൾ അയാൾക്ക് കുറച്ച് കേന്ദ്രത്തിന്, ഗവൺമെൻറ്റിന്, മോദി ഗവൺമെൻറ്റിന് കുറച്ച് ഇഷ്ടമായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഉടനെ ഇത് മറ്റേ സ്റ്റേറ്റുകാരൻ്റെ കുഴപ്പമാണ്, സ്റ്റേറ്റുകാർ മറ്റേ പോസ്റ്ററും ഫ്ലക്സൊക്കെ അടിച്ചല്ലോ, അതിനൊന്നും അവർക്ക് കുഴപ്പമില്ല, ഞങ്ങളാണ് റോഡ് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പൊട്ടിയപ്പോൾ നേരെ NHAൻ്റെ മണ്ടയിലേക്ക് ഇടുകയാണോ എന്ന് അവർ ചോദിക്കും. അതേ ആർഗ്യുമെൻറ്റ് ഈ മറ്റേവരും ചോദിക്കും. ഇത് ഗഡ്കരിൻ്റെ റോഡല്ലേ, ഗഡ്കരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ നോർത്തിലൊക്കെ ഈ റോഡിൻ്റെ വീഡിയോ കാണിച്ചിട്ട് ഇടുന്നത്, അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നില്ലേ എന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ആർഗ്യുമെൻ്റായിട്ട് പറയും. സ്റ്റേറ്റും സെൻട്രലും ഈ രണ്ട് ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ അതിലും നമ്മുടെ ഒപ്പീനിയൻ എങ്ങനെയാണ് ഫോം ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിലെ ഏത് അൽഗോരിതത്തിലാണ് നമ്മളുള്ളത്, മനസ്സിലായോ? എക്കോ ചേംബർ എന്ന് പറയും. എക്കോ ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്കോ ചേംബർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ എക്കോ തന്നെ നമുക്കിങ്ങനെ കേൾക്കുന്ന പോലെ. അതായത് എന്താണോ എനിക്ക് താല്പര്യം, ഞാൻ എന്ത് ഐഡിയോളജിയിലാണ് വിശ്വസിക്കുന്നത്, ഞാൻ അങ്ങനത്തെ റീലുകളായിരിക്കുമല്ലോ ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കമൻറ്റ് ചെയ്യേ, വീഡിയോ സേവ് ചെയ്യേ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് കാണിക്കാറുള്ളൂ. ചില സമയത്തുണ്ടല്ലോ ഒരു വീഡിയോയിൽ 1000 കമൻറ്റ് ഉണ്ടാവും, അതിലൊരു 500 കമൻറ്റ് സ്റ്റേറ്റിനെ മോദിനെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും, 500 കമൻറ്റ് മോദിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾ ഏത് അൽഗോരിതത്തിൽ പെട്ട ആളാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 500 കമൻറ്റ്, നിങ്ങൾ മോഡി സപ്പോർട്ടറാണെങ്കിൽ മോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന 500 കമൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം കാണിക്കുക. പിന്നെ നിങ്ങൾക്ക് അതിനെ അടിയിലേക്ക് വരുമ്പോഴാണ് വേറെയുള്ള കമൻസൊക്കെ കാണാൻ കൂടെ പറ്റുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഒരു ഒപ്പീനിയൻ, അതായത് ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു ഒപ്പീനിയൻ, ഇവൻ ശരിയല്ല, നമ്മുടെ ഗവൺമെൻറ് പോരാ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സൂപ്പർ ഗവൺമെൻറ്, നമ്മുടെ ഫോറിൻ പോളിസി, ജയ്ശങ്കറിൻ്റെ മറ്റേ ലേസർ ഐസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, കാണാത്ത ആരും ഉണ്ടാവില്ല, നമ്മുടെ ഫോറിൻ പോളിസി സൂപ്പർ. അപ്പോൾ വേറൊരുത്തൊരു വീഡിയോ ചെയ്യും, നമ്മുടെ ഫോറിൻ പോളിസി അത്ര പോരാ, നോക്കൂ നമ്മൾ ബംഗ്ലാദേശുമായിട്ട് അടിയുണ്ടായി, നേപ്പാളുമായിട്ട് അടിയുണ്ടായി, അവരുമായിട്ട് അടിയുണ്ടായി, ചൈനക്കാർ വന്ന് ശ്രീലങ്കയിൽ എന്തൊക്കെയോ ചെയ്യുന്നു, അപ്പോൾ മൊത്തത്തിൽ ചൈനക്കാർ നമ്മളെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഓൾറെഡി അവിടെ ഫോമായി. നിങ്ങളെ ലേസർ ഐസ് കണ്ടു, ജയശങ്കർ ഫോറിൻ മിനിസ്റ്റർ സൂപ്പറാണ് എന്നുള്ളൊരു ഒപ്പീനിയൻ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ചിലവരെന്ത് ചെയ്യും? കമൻറ്റ് ചെയ്യും, ഇവനൊന്നും അറിയില്ല, ഇവനാരാ ഫോറിൻ അഡ്വൈസറോ, ഈ ഫോറിൻ ഡിപ്ലോമസിനെ കുറിച്ച് ഇവനെന്ത് തേങ്ങ അറിയുക എന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറ്റം പറയുന്ന വീഡിയോയിൽ കമൻറ്റ് ചെയ്യും. പിടികിട്ടിയ അങ്ങനെയാണ്. അപ്പം ആ കമൻറ്റ് വേറൊരുത്തൻ കാണും, ഇതിനെക്കുറിച്ച് അവന് ചിലപ്പോൾ ലേസർ ഐസ് കണ്ടിട്ടേ ഉണ്ടാവില്ല, ജയശങ്കർ ഭയങ്കര സംഭവമാണെന്ന് അവൻ അറിയേ ഉണ്ടാവില്ല. അവൻ ഇത് കാണും, ഇങ്ങനൊരു 20 കമൻറ്റ്സ് ആദ്യത്തെ കാണും. ഒരു വീഡിയോ, ഈ ഇന്ത്യയുടെ ഫോറിൻ പോളിസി മോശമാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു, അതിൻ്റെ അടിയിൽ അതിനെ തെറി വിളിച്ചിട്ടും അതിൻ്റെ കുറച്ച് ഇതങ്ങനെയല്ല, ഇങ്ങനെയാണ്, അങ്ങനെയല്ല, ഇവനാരാണ്, അത് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കാണുന്ന ഒരാൾക്ക് ആ വീഡിയോ വിശ്വാസം വരുമോ? കുറേ ആൾക്കാർ ഇതിനെ എതിർക്കുന്നുണ്ട്,
നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. അതായത് ഒരു അൺപോപ്പുലർ ഒപ്പീനിയനെ എല്ലാവരും എപ്പോഴും സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ എനിക്ക് നടന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോ, അതായത് എവിടെ യു പിയിലോ മധ്യപ്രദേശിലോ എവിടെയോ ഈ പശുവിൻ്റെ ആൾക്കാർ ഒരു ഓടുന്നൊരു ലോറിനെ വെടിവെക്കുകയാണ് തോക്കും കൊണ്ട്. ഞാൻ ഇതേ വീഡിയോ എക്സിൽ കണ്ടു. എക്സിൽ കണ്ടപ്പോൾ എന്താണ്, അതിൽ ഫുൾ സപ്പോർട്ടാണ്. ആഹാ, ഇതാരടാ അത് പശുവിനെ കൊണ്ടുപോകുന്നു ഞങ്ങളുടെ രാജ്യത്തൂടെ, അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഫുള്ള് സപ്പോർട്ടാണ്. അതേ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോൾ എന്താണ് അതിൽ പറയുന്നത്, ഇന്ത്യ 3rd ലാർജസ്റ്റ് ബീഫ് എക്സ്പോർട്ടറാണ്, പിന്നെയാണ് ഇവന്മാർക്ക് ഇത് പ്രശ്നം, എന്നാൽ ഇവന്മാരോട് ആ കമ്പനി പോയി വെടിവെക്കാൻ പറയും, എന്നാൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കട്ടെ. അല്ലാതെ ഈ പാവങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയല്ലാതെ ഈ പാവങ്ങൾ എന്തോ ലോറിയിൽ കൊണ്ടുപോകുന്നത് പിടിക്കാനല്ലാതെ ഇവന്മാർക്ക് വലിയ ആൾക്കാരനെ തൊട്ടാൻ പറ്റുമോ എന്നൊക്കെയാണ് അതിൽ കമൻസ്. അപ്പം നമ്മൾ ഇതിൽ ഏതാണ് നമ്മൾ കാണുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഒപ്പീനിയൻ വരിക. അല്ലാണ്ട് ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒപ്പീനിയൻ പെട്ടെന്ന് ഇപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ഞാനിങ്ങനെ വന്ന് ഇരുന്ന് പറയുകയാണ്, ഇങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഇവനെ അങ്ങനെ ഫുള്ളായിട്ട് കണ്ണടച്ച് വിശ്വസിക്കണോ എന്നൊരു തോന്നൽ വരും. പക്ഷേ ഒരു 10 പേരുടെ കമൻസ് വായിക്കുകയാണ്, എല്ലാവരും ഇവനെ തെറി വിളിക്കുക. ഓഹോ, ഇവൻ ആരടാ, ഇവനെന്തറിയാ, ഇവൻ ആരോ, എന്ത് എക്സ്പേർട്ടാണ്, നിരീക്ഷകൻ, പശു നിരീക്ഷകനാണോ അവൻ, അല്ലെങ്കിൽ ഫോറിൻ പോളിസി നിരീക്ഷകനാണോ അവൻ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വായിച്ചു കഴിഞ്ഞാൽ ഗാലറി മൊത്തം ഇവന് എതിരാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇവൻ പറയുന്നതൊക്കെ തെറ്റായിരിക്കും എന്ന് ഒരാൾ ചിന്തിക്കും. ഇതാണ് ഒപ്പീനിയൻ ഫോർമേഷൻ ഫ്രം ഇൻ്റർനെറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നൊന്നുമില്ല, അങ്ങനെ നമ്മൾ പറയുന്നത്. സംഭവം പിടികിട്ടില്ലേ? ഇതാണ് നമ്മുടെ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആൾക്കാർ കൂടുതൽ എന്തിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതിലേക്ക് ഇങ്ങനെ ചായ നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവും. അണ്ടർഡോഗ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ തോന്നും, പക്ഷേ ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും അണ്ടർഡോഗ്സിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. കുറച്ച് പേര് എന്തിനെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ, സ്പോർട്സിലൊക്കെ ആണെങ്കിൽ അണ്ടർഡോഗ്സ് ജയിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്, ചെറിയ ടീം വലിയ ടീമിനെ തോൽപ്പിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു എന്തിനെങ്കിലും കുറിച്ച് നമുക്കിങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാവരെയും എതിർത്ത് സംസാരിക്കാൻ നമുക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. അവിടെയാണ് നമ്മുടെ ദ ഡെഡ് ഇൻ്റർനെറ്റ് തിയറി വരുന്നത്. ഇനി വേറൊരു സംഭവം കൂടി ഞാൻ കണ്ടത് പറഞ്ഞുതരാം. ഞാൻ അതേ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ കണ്ടു. പാകിസ്ഥാനോ എന്തോ ആണ്, നമ്മുടെ ഇന്ത്യ അല്ല എന്തായാലും. കുറച്ച് ചെക്കന്മാർ അവർ വന്നിട്ട് അവരിങ്ങനെ അവരുടെ ഒരു മൊബൈൽ ബോട്ട് ഫാം കാണിച്ചു തരാണ്. ബോട്ട് ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കൊടുക്കുക, അവരുടെ കയ്യിൽ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കുറേ മൊബൈൽസ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വ്യൂസ് വേണോ, കമൻസ് വേണോ, ലൈക്സ് വേണോ പറഞ്ഞാൽ മതി, ഞങ്ങൾ തരാം, പല ഐഡിയിൽ നിന്ന് ഞങ്ങൾ റെഡിയാക്കി തരാം, പൈസ തന്നാൽ മതി. കമൻസ് വേണോ, ഞങ്ങൾ തരാം. ചെറിയ പിള്ളേരാണ് ആലോചിക്കുന്നത് കേട്ടോ. അവന്മാർ വന്നിട്ട് ധൈര്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറയാം. ഈ പിള്ളേരുടെ കയ്യിൽ ഇത്രയും സെറ്റപ്പ് ഉണ്ടെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സും $1 ബില്യൺ സെറ്റപ്പുള്ള ബില്യണേഴ്സിൻ്റെ കയ്യിലും കോർപ്പറേറ്റ്സിൻ്റെ കയ്യിലും ഇതുപോലെ ഈ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലും എന്തൊക്കെ ഉണ്ടാവും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഇവർ ചെയ്യുന്നത് ലൈക്സും ഷെയറൊക്കെ ആൾക്കാർക്ക് വേണ്ടി വിൽക്കുകയാണ്. $10 ഇത്ര ലൈക്സ് തരാം. ഇത് ചുമ്മാ പറ്റിക്കുന്ന പരിപാടിയല്ല കേട്ടോ. അവന്മാരുടെ കയ്യിൽ സാധനമുണ്ട്, ബോട്ട്സാണിത് മുഴുവൻ. എന്താ ഇങ്ങനെ ഈ ബോട്ട് ഫാംസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ബംഗ്ലാദേശിലും മറ്റോടെയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാർ. പല ഐഡീസിലാണ് ഇതൊക്കെ വരിക. അതൊന്നും ഒരിക്കലും പിടിക്കില്ല. ഈ
വേറെ കുറച്ച് പരിപാടിയുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് മറ്റേ ലൈക്ക് ഷെയർ അതൊക്കെ പിടിക്കും. അതിങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടി വന്ന് പിടിക്കും. ഇപ്പോൾ അവന്മാരുടെ IDs ചിലപ്പോൾ ഓരോ രാജ്യത്തെ IDs ആയിരിക്കും. അതൊന്നും പിടിക്കും. പിന്നെ IP ഒക്കെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. IP മാസ്ക് ചെയ്യാനാണോ പണി? IP ഒക്കെ മാസ്ക് ചെയ്ത് VPN ഒക്കെ ഇട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അത് പിടിക്കില്ല. അപ്പോൾ നമ്മൾ ആ സ്കെയിൽ മനസ്സിലാക്കണം. ഒരു ചെറിയ പിള്ളേരുടെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഒപ്പീനിയനും നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ ഐഡിയാസൊക്കെ നമുക്ക് നമ്മുടെ തലയിൽ കയറ്റണമെങ്കിൽ പണ്ട് ഭയങ്കര പണിയായിരുന്നു. പണ്ട് ന്യൂസ് പേപ്പറിൻ്റെ മുതലാളിനെ സ്വാധീനിക്കണം, അയാൾക്ക് പൈസ കൊടുക്കണം, അയാൾ ചിലപ്പോൾ അത് കേൾക്കില്ല, അയാൾ പണങ്ങിപ്പോവും. ഇല്ലെങ്കിൽ ന്യൂസ് ചാനൽ മേടിക്കണം, ന്യൂസ് ചാനലിൽ മേടിച്ച് മറ്റേത് അയാളുടെ മുതലാളിനെ കൺവിൻസ് ചെയ്ത് അങ്ങനെയൊക്കെ മറ്റേ ലൂസിഫറിൽ ചെയ്യുന്ന പോലെ പൈസയൊക്കെ കൊടുത്ത് ഞാൻ പറയണത് ന്യൂസ് എഴുത് അങ്ങനെയൊക്കെ ചെയ്യണം. വലിയ ടാസ്ക്കാണിത്. ഇപ്പം അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എല്ലാവരും അവരവരുടെ എക്കോ ചേമ്പേഴ്സിലാണ് ഉള്ളത്. എക്കോ ചേമ്പർ എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു എക്കോ ചേമ്പറിൽ, നിങ്ങളൊരു എക്കോ ചേമ്പറിൽ, അങ്ങനെ എല്ലാവരും അവരവരുടെ തന്നെ ഒരു യൂണിവേഴ്സിലാണ്. അതായത് എനിക്കെന്താണോ ഇഷ്ടം അതാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തപ്പിപ്പോകണം, സെർച്ച് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ സാധാരണ ഒരാൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഇരിക്കുകയാണ്, അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഇങ്ങനെ കാണിച്ചു തരുകയാണ്. നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് ഇങ്ങനെ വരാം. നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി വരികയാണ് പലസ്തീനിലെ ആ കുട്ടികൾ മരിക്കുന്ന വീഡിയോസ്, മരിച്ചിട്ട് അവർ എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോസ്, ബോംബിടണ വീഡിയോസ്, മറ്റേ ശവപ്പറമ്പ് പോലെ ആയിട്ടുണ്ട് ഗാസ, അതിങ്ങനെ കാണിക്കുക. ബിഫോർ ഗാസ ആഫ്റ്റർ ഗാസ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുക. ഒരു 5 ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫുള്ള് വരില്ല, ചിലപ്പോൾ ഈ ഡെയിലി ഒരു 4-5 റീൽ വെച്ച് നിങ്ങൾ കാണുകയാണ് ഒരു 5 ദിവസത്തേക്ക്. അപ്പം നിങ്ങൾക്ക് തോന്നും എന്താ ഇവർ ചെയ്യുന്നത്, ഇത് എത്ര കാലമായി, എന്തിനാണ് ഇവർ തീവ്രവാദികളുടെ ഈ October 7 ഹമാസ് ചെയ്ത അവരിനൊന്നും കിട്ടിയില്ല ഇതുവരെ. ഇത്രയും കാലം ഈ തീവ്രവാദികളെ കിട്ടാണ്ട് ഈ സാധാരണ ആൾക്കാരുടെ ബോംബിട്ടുകൊണ്ടേ ഇരിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയത് ഒരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പിടികിട്ടിയ ഇപ്പം നിങ്ങൾ വേറൊരു ആളാണ് നിങ്ങൾ വെച്ചോ, നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ വരികയാണ് IDFൻ്റെ ഹമാസിൽ ഫുള്ള് തീവ്രവാദികളാണ്, ഈ പാലസ്തീനിൽ മുഴുവൻ എല്ലാവരും തീവ്രവാദികളാണ്, ഇന്നലെ ജനിച്ച കുട്ടി വരെ തീവ്രവാദിയാണ്, കൊല്ലേണ്ടി വന്നാൽ കൊല്ലും, അതിപ്പോൾ ഹോസ്പിറ്റലിൽ ബോംബിടേണ്ടി വന്നാൽ ഇടേണ്ടി വരും, അതിൻ്റെ അടിയിലാണ് ഹമാസുകാർ ഇരിക്കുന്നത്. പിന്നെ ബോംബിടാണ്ട് പിന്നെ എന്താ ചെയ്യുക? അത് പറ്റില്ല, ബോംബിടണം. നെതന്യാഹു വന്നിട്ട് കാര്യങ്ങൾ പറയുന്നതാ, ഹമാസുകാരൊക്കെ പറ്റിക്കാൻ എല്ലാവരെയും October 7 ചെയ്തതൊന്നും കണ്ടില്ലേ? ആ പെൺകുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് അവരിനേക്ക് ഇപ്പോഴും ഹോസ്റ്റേജസ് ആക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യൂ എന്ന് വന്നിട്ട് കുറേ ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും ശരിയാണല്ലോ, ഇസ്രായേൽ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്ന് തോന്നില്ലേ? അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്. ഇതാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. വെറുതെ ഇരിക്കുകയായിരിക്കും നമ്മൾ AJP ആറാട്ടനൊക്കെ കണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വരിക. അപ്പോൾ നമ്മളെ കൊണ്ട് പണ്ടാരും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അത് നമ്മൾ ചിന്തിക്കും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് യുക്രൈനും റഷ്യയും. കാരണം നമ്മൾ അവിടെ പോയിട്ടോ അവിടെ എന്താ നടക്കുന്നത് പോലും നമുക്കറിയില്ല. അവിടെ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. യുക്രൈൻ റഷ്യക്ക് എത്ര കൊല്ലമായി, എന്താണ് അവിടെ നടക്കുന്നത്, ഹൂ നോസ്? ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ടോ? നമ്മൾ റഷ്യൻ്റെ കൂടെയാണ്, നമ്മൾ ഉക്രൈൻ്റെ കൂടെയാണ്, നമ്മൾ അവരുടെ കൂടെയാണ്, ഇവരുടെ കൂടെയാണ്, എല്ലാം നമുക്ക് ഒപ്പീനിയൻ ഉണ്ട്. പക്ഷെ എന്ത് നടക്കുന്നതെന്ന് അറിയില്ല.
അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ സമയമില്ല. ഞാൻ എൻ്റെ ജോലി നോക്കോ ഈ അവരും ഇവരും അടി കൂടുന്നത് നോക്കിക്കൊണ്ടിരിക്കുമോ? എനിക്കറിയാം ആരാ ശരിയെന്ന്, അത്ര എനിക്കറിയണ്ടു. ബാക്കി എന്തോ ആയിക്കോട്ടെ. മനസ്സിലായ? അങ്ങനെയായിരിക്കും മെജോറിറ്റി ആൾക്കാർ ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്നെപ്പോലെ പണിയില്ലാത്തവർ ഇതെന്തിനാണ് ചെയ്തത്, എന്താണ് ഒക്ടോബർ 7 സംഭവിച്ചത്, അതിന് മുന്നേ എന്താ സംഭവിച്ചത്, അവിടുത്തെ ഇലക്ഷനും ഈ നടക്കുന്നതും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ, ആരാണ് ഹമാസ്, തീവ്രവാദികൾ എവിടെയാണ് ഒളിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇരുന്ന് നോക്കി കണ്ടുപിടിക്കണം. അതല്ലാതെ ഈസിയാണ്. ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കുന്നതാ, 1 മിനിറ്റ് മതി, അത്രേ ഉള്ളൂ കാര്യം. ഇതാണ് കോണ്ടെക്സ്റ്റ്. ഈ വീഡിയോൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. നിങ്ങൾക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാണുക. അതായത് നമുക്ക് എല്ലാവർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെ വന്നു, ഇതൊക്കെ എന്താ സംഭവം, ഇതൊക്കെ നമ്മളെ ചുമ്മാ വരുത്തുകയാണോ, അൽഗോരിതം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ അൽഗോരിതം ചുമ്മാ നമുക്കിഷ്ടമുള്ളത് മാത്രം കാണിച്ചു തരുന്ന സാധനമാണോ? അല്ല. DIT, ദ ഡെഡ് ഇൻ്റർനെറ്റ് തിയറി എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, ഹൂ ഇൻവെൻറ്റഡ് ദിസ്, ഇതെങ്ങോട്ടാണ് പോകുന്നത്, എന്താ ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് നോക്കാം. ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും. ഈ ടോപ്പിക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടിന്യൂ ചെയ്ത് കാണാം. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ലെറ്റ്സ് ഗോ. എല്ലാത്തിൻ്റെയും തുടക്കം ഇതെവിടെ, ഇങ്ങനൊരു സംഭവം നമ്മൾ തുടങ്ങിയിട്ടുണ്ടോ, ഇന്ത്യക്കാരിതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പണ്ട് തൊട്ടേ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരില്ലേ, നമ്മളിപ്പോൾ ഈ ജിയോ ഒക്കെ വന്നതിന് ശേഷമല്ലേ നമ്മൾ ഇത്ര ലാവിഷായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ ഈ ബ്രോഡ്ബാൻഡൊക്കെ ഉള്ള ചില ആൾക്കാരൊക്കെയാണ് ഇൻ്റർനെറ്റ് ഇങ്ങനെ കണ്ണടച്ച് ഉപയോഗിക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ബ്രോഡ്ബാൻഡൊക്കെ പണ്ട് 2 GB 10 GB അങ്ങനെ എന്തോ ലിമിറ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയും പൈസ കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇൻ്റർനെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പുറത്തെ ആൾക്കാരൊക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് അവർ തന്നെയാണ് ഇങ്ങനെ ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തത്. 2016 ഇതാണ് ഇൻ്റർനെറ്റിനെ മാറ്റി മറിച്ചൊരു വർഷം. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക്, ചിലവർ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തുടക്കം 4chan എന്ന് പറയും. 4chan എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് ബോർഡ് വെബ്സൈറ്റാണ്. അനോണിമസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ എക്സ്പ്ലിസിറ്റ്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വരും. ഈ അനിമേൻ്റെ കാര്യങ്ങളും ഈ പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങളും അങ്ങനെ പല ഇതൊക്കെ വരും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റാണ് 4chan. ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേയൊക്കെ നോക്കിയിട്ടുണ്ട് സംഭവം. എനിക്ക് അതത്ര പിടികിട്ടിയിട്ടില്ല. പരിപാടി ഇങ്ങനെ കുറേ എന്തൊക്കെയോ അതിലിങ്ങനെ പറയും. അത് അനോണിമസ് ആയിട്ട് പറയാം. നിങ്ങൾ സൈനപ്പോ ഒന്നും ചെയ്യണ്ട, ചുമ്മാ കയറി അടിക്കുക. ഈ അനോണിമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാക്കർ ആൾക്കാരില്ലേ, അതൊക്കെ ഫോം ചെയ്യുന്നത് ഈ 4chan എന്നാണ്. QAnon എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രംപിൻ്റെ ഒരു ആൾക്കാരുണ്ട്, ഒരു കോൺസ്പിറസി ആൾക്കാരാണ്, ഭയങ്കര ഫേമസാണ്. എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ, എന്ന് പറഞ്ഞിട്ടൊരാൾ, അയാളിങ്ങനെ കുറേ കോൺസ്പിറസി ഇങ്ങനെ അടിച്ചു വിടും. ആ അടിച്ചു വിടുന്ന അതൊക്കെ തുടങ്ങിയത് ഈ 4chan എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ 4chan. 4chanലാണ് x/paranormal എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഇതുണ്ട്, ഒരു പേജുണ്ട്. അതിന്ന് ഒരു ഫസ്റ്റ് ഒരു പോസ്റ്റ് വരികയാണ്. 2016 ആൾക്കാർ ഈ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്തോ അവർക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇത്ര കാലം ഉപയോഗിച്ച പോലെയല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഈ കോണ്ടൻസാണ് വരുന്നത്. അതായത് എക്കോ ചേമ്പറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു ഈ 2016. അതങ്ങനെ ചുമ്മാ ഒരു റാൻഡം ഒരു വർഷത്തിൽ തുടങ്ങിയതല്ല. അത് ഞാൻ പറഞ്ഞുതരാം. 4chan വന്നത് ഇങ്ങനെയാണ്. റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകൾ, റീസൈക്കിൾഡ് ആയിട്ടുള്ള കണ്ടൻസ്, അതായത് ഓൾറെഡി ഉള്ള ഒരു കണ്ടൻറ്റിനെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഉള്ള കണ്ടൻറ്റും അതിൻ്റെ ഒരു എന്താ പറയുക, അത് ഒരു സംഭവം ഉണ്ടാവും. പിന്നെ അതിനെക്കുറിച്ച് തന്നെ കുറേ തവണ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. ഈ വൈറാലിറ്റി എന്നൊക്കെ പറയില്ലേ, ഒരു സംഭവം എന്തെങ്കിലും വൈറലാവും, പിന്നെ അതിനെ ഇട്ട് വേർപ്പിച്ച് മറ്റേ പണ്ടാരം അടക്കും. അതന്നെ ഇപ്പം നടക്കണ തന്നെ.
ഇതിൻ്റെയൊക്കെ തുടക്കം ആണ് പറയുന്നത് ഈ 2016 ആ ഒരു കാലഘട്ടത്തിൽ. ഓർഗാനിക് കോണ്ടൻറ്റ് കുറഞ്ഞു വരികയാണ്. 2016 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അന്നൊന്നും. അപ്പോൾ ഈ ഓർഗാനിക് കോണ്ടൻറ്റ് മാത്രമായിരുന്നു ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു മാറ്റം. എന്താണ് മാറ്റം? എന്താണ് ഇപ്പോൾ ഈ 2016 ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ അമേരിക്കൻ എലക്ഷൻ. ഡൊണാൾഡ് ട്രംപിൻ്റെ ഫസ്റ്റ് ടേം എലക്ഷനാണ്. അമേരിക്കൻ പൊളിറ്റിക്സ് എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ ഒക്കെ ഉണ്ടാവും. ഡെമോക്രാറ്റ്സ്, റിപ്പബ്ലിക്കൻസ്, 2 പാർട്ടിയേ ഉള്ളൂ. റിപ്പബ്ലിക്കൻസിൻ്റെ ആണ് ഡൊണാൾഡ് ട്രംപ്. റിപ്പബ്ലിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റീവ്സ് പോലെ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ BJP ഇല്ല അവരിനെ പോലെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ക്യാപിറ്റലിസം നോക്കുന്ന ആൾക്കാരാണ്. മറ്റേവർ തിരി സോഷ്യലിസ്റ്റ് ഐഡിയോളജീസൊക്കെ കുറച്ചേ ഉള്ളൂ. എല്ലാവരും ക്യാപിറ്റലിസം തന്നെ, മറ്റവർക്ക് കുറച്ചുണ്ട്. പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും, ചെയ്യണതൊക്കെ അതന്നെ. ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ടീംസ്, ബൈഡൻ്റെ ആൾക്കാർ, അവർക്ക് ഇങ്ങനെ കുറച്ച് ഒരു ലിബറൽസാണ്. അറിയാമല്ലോ, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക, ഈ LGBTQ സപ്പോർട്ട് ചെയ്യുക, എല്ലാ ആൾക്കാരും ഈക്വലാണെന്ന് പറയുക, അങ്ങനത്തെ ഒരു ആൾക്കാരാണ് അവർ. അത്രയാണ് പൊളിറ്റിക്സ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു 2016. അത് എങ്ങനെ വന്നു എന്നുകൂടെ ആലോചിക്കണം. ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റ് ആയിരുന്നു ആക്ച്വലി. കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ അയാൾ എല്ലാവർക്കും അറിയുന്ന ഡെമോക്രാറ്റിക് സർക്കിളിലുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ്. അയാളൊരു ബില്യണറാണ്, അയാളൊരു ബിസിനസ്സുകാരനാണ്. പെട്ടെന്ന് അയാൾ വന്നിട്ട് വതാ എനിക്ക് പ്രസിഡൻ്റ് ആവണം, പാർട്ടിയിൽ ഇരുന്ന് എല്ലാ ആൾക്കാരിനെ പോലെ സമയം കളയാമെന്ന് എനിക്ക് വയ്യ, എനിക്ക് നേരിട്ട് പ്രസിഡൻ്റ് ആവണം. അങ്ങനെയാണ് പുള്ളി വരുന്നത്. ആദ്യം ഇയാളുടെ പാർട്ടി ഉണ്ടല്ലോ, റിപ്പബ്ലിക്കൻ പാർട്ടി, അതിൻ്റെ ഉള്ളിൽ തന്നെ അടിയായിരുന്നു. ഇതാരാണ്, ഇയാളിനൊന്നും ആക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇത്ര കൊല്ലം ഇവിടെ ഇരുന്ന് ചരിച്ചത് ചുമ്മാ അല്ല, ഇത് എവിടെ നിന്നോ വന്ന ഒരു ബില്യണറെ പിടിച്ച് ആക്കുക പ്രസിഡൻറ്റ് കാൻഡിഡേറ്റ്, എന്തടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ തന്നെ ഒരു അടിപിടിയൊക്കെ ഉണ്ടായി. പിന്നെയാണ് റൈസ് ഓഫ് ഡൊണാൾഡ് ട്രംപ് നടക്കുന്നത്. അതായത് ഈ ബാക്കിയുള്ള പൊളിറ്റീഷ്യന്മാരിനെ പോലെയല്ല ഇയാൾ. ബാക്കിയുള്ള പൊളിറ്റീഷ്യന്മാരിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കടുകട്ടി വാക്കിൽ പ്രത്യയശാസ്ത്രം എന്തുകൊണ്ട് തോറ്റു എന്ന്, നമ്മൾ മറ്റേ ആഗോളവൽക്കരണത്തിൻ്റെ അങ്ങനെയൊന്നുമില്ല. ഇന്നെ ആരോട് തോറ്റു, നിനക്ക് ഭ്രാന്താണ്, അവന് ഭ്രാന്താണ്, ഇവന്മാർക്കൊക്കെ ഭ്രാന്താണ്, എനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ഞാനാണ് നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ പോണ ആൾ. അങ്ങനത്തെ ഒരു ആ ഒരു ലെവലിലുള്ള, അതായത് എടാ പോണ ഒരു ബന്ധമില്ലേ, അങ്ങനത്തെ ഒരു വർത്താനമായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് പെട്ടെന്നൊരു ആൾക്കാരുടെ ഇടയിൽ, പാർട്ടിയുടെ ഇടയിൽ ഒരു പേരുമില്ല, ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ഒരു പേരായി. മാഗ മൂവ്മെൻറ്റ് എന്ന് പറയില്ലേ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ, ആ തൊപ്പി, ഒരു ചുവപ്പ് തൊപ്പിയില്ലേ, ആ തൊപ്പിയൊക്കെ ഇട്ടിട്ട് കുറേ റാലി നടത്തുക, അതിലൊക്കെ ഇങ്ങനെ വായി തോന്നിയത് വിളിച്ച് പറയുക. ഏതൊക്കെയോ പെണ്ണുങ്ങളിലൊക്കെ തെറിയൊക്കെ പറയുന്നുണ്ട്, അവൾക്ക് വേറെ പണിയൊന്നുമില്ല, പോയി പണി നോക്കടി, അങ്ങനെ എന്തൊക്കെയോ. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു റീഫ്രഷ്മെൻറ്റ്. എല്ലാവരും പൊളിറ്റീഷ്യന്മാരുടെ പ്രസംഗം കേട്ടാൽ ഉറങ്ങും. ഇയാളുടെ അങ്ങനെയല്ല, ഇയാൾ എന്തൊക്കെയോ പറഞ്ഞ ആൾക്കാരൊക്കെ കയ്യിലെടുത്തു. അത് മാത്രമാണോ, അങ്ങനെ മാത്രമാണോ കയ്യിലെടുത്തത്? അല്ല. അവിടെയാണ് നമ്മുടെ ഫേസ്ബുക്ക് ആശാൻ വരുന്നത്, സുക്കർബർഗ് അണ്ണൻ അന്ന് കളിച്ച കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു കളിയാണ്. ട്രംപിൻ്റെ എതിർ പാർട്ടിക്കാർ ഡെമോക്രാറ്റ്സ് പറയുന്നത് റഷ്യൻ ഹാക്കേഴ്സും റഷ്യക്കാർ ഇറങ്ങി എന്തൊക്കെയോ ഇൻ്റർനെറ്റിൽ കളിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഡൊണാൾഡ് ട്രംപ് ജയിക്കില്ല എന്നാണ് എതിർ പാർട്ടിക്കാർ പറയുന്നത്. ഇയാൾ ഇംപീച്ച് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഈ പ്രസിഡൻ്റ് ആയി കഴിഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് ഇയാൾക്ക് റഷ്യൻ ബന്ധമുണ്ട്, റഷ്യക്കാർ ഈ ഇലക്ഷൻ അയാളെ സഹായിച്ചിട്ടുണ്ട്, ഈ ഇൻ്റർനെറ്റിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട്, കുറേ ഹാക്ക് ചെയ്തിട്ടും കുറേ അൽഗോരിതം ചേഞ്ച് ചെയ്തിട്ടൊക്കെ
ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇംപീച്ച് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ആ സമയത്താണ് കേംബ്രിഡ്ജ് അനലിറ്റിക്കാൻ്റെ കേസ് വരുന്നത്. ഫേസ്ബുക്കിൽ നിന്ന് 87 മില്യൺ ആൾക്കാരുടെ ഡാറ്റ കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫേം അടിച്ചു മാറ്റിയിട്ട് 2016 ഇലക്ഷന് ട്രംപിന് അനുകൂലമായിട്ട് യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പാലന്റിയറിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 2nd എപ്പിസോഡ്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ കേസിനെ കുറിച്ച് പറയുന്നുണ്ട്. പാലന്റിയറിൻ്റെ ബന്ധവും പാലന്റിയറും ഡൊണാൾഡ് ട്രംപും എങ്ങനെയാണ് ബന്ധമെന്നും എല്ലാം ഞാൻ അതിൽ പറയുന്നുണ്ട്. ഒക്കെ ഫാക്ട്സ് ആണ്, അതൊക്കെ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. അപ്പം തൊട്ടാണ് ഈ സോഷ്യൽ മീഡിയനെ വെപ്പണൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഒരു പാർട്ടിനെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റും എന്ന് എല്ലാവർക്കും മനസ്സിലായത്. 2016 അമേരിക്കൻ എലക്ഷൻ കഴിഞ്ഞിട്ടാണ് റൈസ് ഓഫ് സോഷ്യൽ മീഡിയ ഇൻ പൊളിറ്റിക്സ് തുടങ്ങിയത്. ട്രംപ് അതിനെ 100% യൂസ് ചെയ്തു. അന്ന് പറയുന്നത് 20% ബോട്ട്സ് ഈ എലക്ഷൻ പോസ്റ്റുകൾ മൊത്തമില്ലേ അതിൻ്റെ 20% ബോട്ടുകളാണ്, റഷ്യൻ ബോട്ടുകളാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിപ്പോൾ കൺഫേം ചെയ്യാനൊന്നും പറ്റില്ല, ബോട്ട്സ് എന്ന് വിളിക്കുക. ഈ എലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ബോട്ടുകളാണ്. മിസ്ഇൻഫോർമേഷൻ്റെ ഒരു ചാകര. ഹിലരി ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. ഹിലരി ക്ലിൻ്റനെ ഇനി ഇന്നതാ പറയാനില്ല. ഹിലരി ക്ലിൻ്റൻ്റെ എന്തൊരു ഇമെയിൽ ഒരു ലീക്ക് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിരുന്നു, അതിനെ പിടിച്ചു പൊക്കി ഹിലരിക്കൊന്നും അറിയില്ല അങ്ങനെ ഇങ്ങനെ. ഹിലരിൻ്റെ ഭർത്താവുണ്ട് വേറെ മറ്റേ ആൾ ക്ലിൻ്റൻ അങ്ങനെയാണ് ഇങ്ങനെ ആൾ ഇത്തിരി മോണിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെണ്ണിനെയൊക്കെ അങ്ങനെ കുറേ പെണ്ണ് കേസൊക്കെ ഉണ്ട് അയാൾക്ക്. പണ്ടത്തെ പ്രസിഡൻ്റായിരുന്നു. അയാളിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ മിസ്ഇൻഫർമേഷൻ ഇറക്കി, പോളറൈസിങ് നെറേറ്റീവ്സ് അടിച്ചിറക്കി. ഒരാൾ ഒന്ന് പറയുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് പറയുക, അങ്ങനെ ഒരു ഈ ഫ്ലഡ് ചെയ്തു ഇൻ്റർനെറ്റ്. നമ്മുടെ അവിടെയൊന്നും നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ ഈ അൽഗോരിതത്തേക്കൊന്നും അത് വരില്ല. കേംബ്രിഡ്ജ് അനലിറ്റിക്ക അടിച്ചു മാറ്റിയ ഡാറ്റയൊക്കെ അമേരിക്കക്കാരുടെ ഡാറ്റ, അല്ലാണ്ട് നമ്മുടെ ഡാറ്റയൊന്നും കിട്ടിയിട്ടപ്പോൾ അവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല. അന്നിട്ടാ ഇന്നൊക്കെ ചെയ്യാനുണ്ടാവും. ഇന്ന് എന്തൊക്കെ അവർ ചെയ്യുന്നുണ്ടാവുന്നത്. പണ്ടത്തെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്താ പറ. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കുകാരും ട്വിറ്ററുകാരും ഒരു കാര്യം കണ്ടുപിടിച്ചു, എക്കോ ചേംബർ. എൻഗേജ്മെൻറ്റ് കൂട്ടി ഓത്തൻറ്റിസിറ്റി കുറച്ചു. അതായത് ആൾക്കാരിനെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കണം. ട്രംപ് ഒരു തെണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ പോസ്റ്റ് ഇടും. അവൻ്റെ പ്രൊഫൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും ഉണ്ടാവില്ല. ഇതായിരിക്കും അവൻ്റെ ആദ്യത്തെ പോസ്റ്റ്. ഇവനൊക്കെ ആരാണ്, ഇവനെ എവിടെ നിന്ന് വന്നു, ആർക്കറിയുന്നു. ട്രംപിനെ തെണ്ടി എന്ന് പറയേ, കാണിച്ചു കൊടുക്കുക അവന്. നീ ആളെ തെണ്ടി, നിൻ്റെ അപ്പനാളെ തെണ്ടി, നിൻ്റെ അമ്മയാളെ തെണ്ടി, തെറിയോ അടിയിൽ. ട്രംപ് ആരാന്നറിയോ, ഞങ്ങളുടെ ദൈവം ആടാ എന്നൊക്കെ പറഞ്ഞ് ഫുൾ കമൻസ്. ട്രംപിനെ ഇഷ്ടമുള്ളവരുടെ അടുത്തായിരിക്കും ആ പോസ്റ്റ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പോസ്റ്റ് ഒരാൾ വായിക്കുമ്പോൾ എന്ത് പറയും, ഈ പോസ്റ്റ് ഒരാൾ വായിക്കുകയോ കാണുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് വിചാരിക്കുമോ, ട്രംപിന് ഇത്രയും സപ്പോർട്ടേഴ്സോ, കൊള്ളാലോ. അപ്പോൾ ട്രംപ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇയാളിനെ പാർട്ടിക്കാർക്കൊന്നും ഇഷ്ടമല്ലെങ്കിലും ജനങ്ങൾക്കൊക്കെ ഇയാളിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് വരുത്തി. അന്ന് തൊട്ടാണ് ഈ അൽഗോരിതം, ഇപ്പോഴത്തെ നമ്മൾ അൽഗോരിതം ഇത് കാണിച്ചു തന്നു, അൽഗോരിതം അത് കാണിച്ചു തന്നു എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു തുടക്കം. അതായത് സക്സസ്ഫുള്ളി ഇവരൊരു എന്താ പറയുക, ഒരു മിഷൻ തീർത്തു. പണ്ടേ ഉണ്ടാവും ഇവന്മാരുടെ അൽഗോരിതമൊക്കെ പണ്ടേ ഉണ്ട്. അതല്ല പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഒരു ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ഒരാളിനെ പൊക്കിക്കൊണ്ടുവരാൻ, ഇതിനെക്കൊണ്ട് ഇങ്ങനെയൊരു ഉപകാരം ഉണ്ടോ എന്ന് അവർ മനസ്സിലാക്കി. അന്ന് തൊട്ടാണ് കളികൾ മാറുന്നത്. 2016 അങ്ങനെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് വർഷമാവുന്നത് ഇൻ്റർനെറ്റിൻ്റെ യൂസ് കേസിൽ. ഇത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെന്തറപ്പം ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിക്കും.
ഇടയിൽ കൂടെ ഒരു ചെറിയൊരു ഡാറ്റ ആണ് ഞാൻ പറഞ്ഞത്. 2024 ഇംപെർവ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഏതോ ഒരു ടീംസ് സ്റ്റഡി എന്തോ നടത്തിയാണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടും. അതിൽ പറയുന്നത് 2024 കഴിഞ്ഞ കൊല്ലം 52% വെബ് ട്രാഫിക്കിങ്ങിൻ്റെ മുഴുവൻ 52% ബോട്ട്സാണ്, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യന്മാരല്ലാന്ന്. നിങ്ങൾ കമൻറ്റിൽ തെറി വിളിക്കില്ലേ, പാലസ്തീനാണോടാ, തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നോടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരാളുടെ അടുത്ത് തെറി വിളിക്കില്ലേ, അവൻ മനുഷ്യനേ അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എക്സ് എടുക്കുക, എന്തെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു പോസ്റ്റ് എടുക്കുക, ചുമ്മാ ഒരു കമൻസിൽ ഒരു 10 പേരിനെ എടുക്കുക, ഒരു ഇമേജ്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഒരു പോസ്റ്റ് ഉണ്ടാവില്ല, ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു പോസ്റ്റ് ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു റാൻഡം ഒരു ഇമേജ് ആയിരിക്കും. പണ്ട് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ പൂക്കളുടെ ഇമേജൊക്കെ കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ. അത് പിന്നെ മറ്റേ പണ്ടത്തെ ഈ അമ്മമാരും ഈ പെൺകുട്ടികളൊക്കെ ആയിരിക്കും, അവർക്ക് അവൻ്റെ ഫോട്ടോ ഇട്ട് അതിന് അത് വല്ല മോർഫിയോ അതിയോ ആരെങ്കിലും എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് നീ ചെയ്യോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും അത് ചെയ്യുക. ഇപ്പം അത് അങ്ങനെ പേടിക്കൊന്നും വേണ്ടല്ലോ. ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും മുഴുവൻ. അൽഗോരിതം ഡ്രിവൻ. അൽഗോരിതം എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് നമ്മളെ ചിന്ത പോകുന്നു, അല്ലാതെ നേരെ ഓപ്പോസിറ്റ് അല്ല. അൽഗോരിതം നിങ്ങൾക്ക് ഇത് ഒരു സാധനം കാണിച്ചു തരുന്നു, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഓ ഇതാണ് ശരി. കുറച്ച് കഴിഞ്ഞ് ന്യൂസ് മാറി. ആദ്യം പറയും ഇവനാണ് കൊലയാളി. കുറച്ച് കഴിഞ്ഞിട്ട് പറയും അവനല്ല കൊലയാളി, ഇവനാണ് കൊലയാളി. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കുറേ ഈ ഇപ്പോൾ ഇത് വൈറലായല്ലോ, അപ്പോൾ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും കണ്ടോ ഇവൻ കൊലയാളിയാണ്, ഇവനെ കോടതിക്ക് വിട്ടുകൊടുക്കരുത്, ഇവനെ തോക്കുകൊണ്ട് ഇപ്പം തന്നെ മറ്റേ എൻകൗണ്ടർ ചെയ്ത് കൊല്ലണം, UP അങ്ങനെയല്ലേ, കേരളത്തിൽ അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻസൊക്കെ കാണാൻ പറ്റും. ഒരു ദിവസം കഴിയുമ്പോൾ പറയും ഇവനല്ല കൊലയാളി, വേറെ അപ്പുറത്തെ ഭാര്യയാണ് കൊലയാളി. അപ്പോൾ ഈ ഇത്ര കമൻറ്റ് ചെയ്തതൊക്കെ വേസ്റ്റ് ചെയ്യും. ഹ്യൂമൻസിനെ പോലെ ആക്ട് ചെയ്യുന്ന ബോട്ട്സ്, അതാണ് ഇപ്പം നടക്കുന്നത്. ഞാൻ ഒരു 2 ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടു. സാം ഓൾട്ട്മാൻ, ഓപ്പൺ എഐൻ്റെ ആളുണ്ടല്ലോ, അയാൾ വന്ന് പറയാണ് എല്ലാം വേസ്റ്റാണ്, എല്ലാ സെക്യൂരിറ്റി ഡബിൾ ഫാക്ടർ ഒത്തൻറ്റിക്കേഷനോ എന്തൊക്കെയോ ഉണ്ടല്ലോ, എല്ലാം വേസ്റ്റാണ്. നിങ്ങളുടെ പാസ്വേഡ് മാത്രമാണ് ഒരു സേഫ് ആയിട്ടുള്ള സാധനം, ബാക്കി എല്ലാം AI ഓൾറെഡി ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അവരുടെ AI ഫിഗർ ഔട്ട് ചെയ്തു. ഞങ്ങളത് പബ്ലിക്കായിട്ട് ആ പ്രൊഡക്റ്റ് ഇറക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾക്കറിയാം ഇത് ഇപ്പോൾ ഉള്ള എല്ലാ സെക്യൂരിറ്റിനെയും ബ്രീച്ച് ചെയ്യാൻ ആ AIക്ക് പറ്റും, അവരുടെ AIക്ക് പറ്റും എന്ന് അവർ പറയുന്നുണ്ട്. പാസ്വേഡ് മാത്രം പറ്റില്ല, അതിപ്പോൾ നമ്മളെ വയ്ക്കുന്നതുകൊണ്ട്. ബാക്കി ഈ ക്യാപ്ച മറ്റേ ഇതിലേതാ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് കുറേ ഫോട്ടോയിലൊക്കെ അമർത്തില്ലേ, അതൊക്കെ AIക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഹ്യൂമൺ ആണോ റോബോട്ടാണോ എന്നൊക്കെ ചോദിക്കില്ല, അതൊക്കെ എപ്പോഴോ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് അത്രയും അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ വെറുതെ ഈ ക്യാപ്ചയൊക്കെ ചെയ്യണ വേസ്റ്റാണെന്നാണ് പറയുന്നത്. ഇതും കൂടി പറയുന്നുണ്ട്, ഞങ്ങളിത് പബ്ലിക്കിലേക്ക് ഇറക്കുന്നില്ല എന്നേ ഉള്ളൂ, ഞങ്ങൾക്കറിയാം ഇതൊക്കെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ അർത്ഥം എന്താ, ഇവരൊരു കമ്പനി ആയതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒന്നും ഇറക്കാൻ പറ്റില്ല. അപ്പുറത്ത് ഇറക്കുണ്ടാവും ഏതെങ്കിലും ഹാക്കിങ്ങിൻ്റെ ടീംസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ ഇല്ലീഗൽ ടീംസൊക്കെ ഓൾറെഡി അവരുടെ കയ്യിലുണ്ടാവും. നമ്മളിവിടെ ക്യാപ്ചയൊക്കെ അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, അതൊക്കെ അവരെപ്പോഴും ബ്രേക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയാൻ കാരണം ഇതിൻ്റെ ഒരു ഇതിങ്ങനെ ഉള്ളതാണ് എന്ന് അറിയിക്കാനാണ് ഈ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞത്. നമുക്ക് നമ്മുടെ 2016 തന്നെ പോവാം. മനസ്സിലായല്ലോ 2016 എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായല്ലോ. 2021 ഒരു 5 വർഷം കഴിഞ്ഞു കേട്ടോ. 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം വന്നു. അഗോറ റോഡ് എന്ന് പറഞ്ഞിട്ട് മാക്കിൻടോഷ് കഫേ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ഫോറം വെബ്സൈറ്റ് ഉണ്ട്. ഇതുപോലത്തെ ഈ അനോണിമസ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഇങ്ങനത്തെ കോൺസ്പിറസി സംഭവങ്ങളൊക്കെ ചെയ്യുന്നൊരു
ഒരു വെബ്സൈറ്റാണ്. ഈ ഫോർ ചാൻ പോലത്തെ അത്ര ഫേമസ് അല്ല, എന്നാലും ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഷെയ്ഡി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇല്ലുമിനേറ്റ് പൈറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസർ നെയിമിലുള്ള ഒരാൾ, ആരാണെന്നൊന്നും ആർക്കും അറിയില്ല, അയാൾ ഒരു റൈറ്റപ്പ് അങ്ങോട്ട് എഴുതുകയാണ്, ഒരു എസ്സേ പോലത്തെ ഒരു സംഭവം. അയാളാണ് ആദ്യമായിട്ട് ഈ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്. ദ ഡെഡ് ഇൻ്റർനെറ്റ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അയാളാണ് ആദ്യമായിട്ട്. മോസ്റ്റ് ഓഫ് ദി ഇൻ്റർനെറ്റ് ഈസ് ഫേക്ക് എന്ന് പറഞ്ഞിട്ട് DIT എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റപ്പ് അയാൾ എഴുതുകയാണ്. ഫസ്റ്റ് ടൈം നമുക്കിങ്ങനെ ഒരു വാക്ക് കിട്ടുകയാണ്. അതാരാണ് എഴുതിയെന്നേ അറിയില്ല. ചിലപ്പോൾ ഒരു ബോട്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല, ഏതെങ്കിലും റോഗായിട്ടുള്ള ഏതെങ്കിലും ബോട്ട് തന്നെ ആയിരിക്കും. ഞാൻ എന്നെക്കുറിച്ച് തന്നെ എഴുതാമെന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇല്ലുമിനേറ്റ് പൈറേറ്റ് ആരാന്നും അറിയില്ല, പുള്ളിയാണ് ആദ്യമായിട്ട് ഈ വാക്ക് കൊണ്ടുവന്നത്. കോമ്രേഡ് സ്ലാവ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ 2021 ഒരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ട്. ഈ 4ചാൻ്റെ വീഡിയോസൊക്കെ, 4ചാൻ്റെ അകത്ത് നടക്കുന്ന ഈ കോണ്ടൻറ്റിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ് കോമ്രേഡ് സ്ലാവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. അതിലും പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ്റർനെറ്റ് ഈസ് ലൈക്ക് എ ഹോട്ട് എയർ ബലൂൺ. ഹോട്ട് എയർ ബലൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ എന്തോ കൊള്ളാലോ സാധനം എന്ന് തോന്നും, അകത്തൊന്നുമില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ അതായത് അവർക്ക് കാരണം അവരൊക്കെ ഇങ്ങനെ പണ്ട് ജനിച്ചപ്പോൾ തൊട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമുക്ക് തന്നെ ഇപ്പം നമുക്ക് തോന്നുന്നില്ല കുറച്ച് കാര്യങ്ങൾ. നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അതിൻ്റെ പരസ്യം വരുന്നു, അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ എന്തിനെങ്കിലും കുറിച്ച് ചാറ്റ് ചെയ്തു, നാളെ ഒന്ന് ദുബായ് പോയാൽ കൊള്ളാം ഒന്ന് ചാറ്റ് ചെയ്തു, അപ്പോഴേക്കും നമ്മുടെ ദുബായിൻ്റെ ഫ്ലൈറ്റിൻ്റെ പരസ്യം വന്നു. നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമോ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഷൂസ്, നമ്മൾ ആരുടെ അടുത്തെങ്കിലും ഒരു അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തെങ്കിലും ഒരു ഷൂസ് മേടിച്ച് തരുമോ എന്ന് ചോദിക്കും. തിരിച്ച് നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ ഷൂസിൻ്റെ പരസ്യം, 500 ഓഫ് 1000 ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അത് നല്ലതായിരിക്കും, ഓഫറൊക്കെ നമുക്ക് കാണിച്ചു തരില്ലേ. പക്ഷെ അതെങ്ങനെ അവർക്ക് മനസ്സിലാവുന്നു? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്? എങ്ങനെയോ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമുക്കറിയുന്നില്ലേ. ഇതുപോലെ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ, യൂസേഴ്സിന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഒരു കോൺസ്പിരസി ആയിട്ട്, അന്ന് ഒരു കോൺസ്പിരസി മാത്രമായിരുന്നു DIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോൺസ്പിരസിയാണ് അന്നും. AI ടേക്ക് ഓവർ നടന്നു. ഈ 2016 തൊട്ട് 2021 വരെ ആകുമ്പോഴേക്കും AI വന്നു. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്ത് ടെക്നോളജി ഇന്നുണ്ടോ അതൊരു 10 കൊല്ലം മുന്നേ ഇതൊക്കെ ഉണ്ടാക്കിയവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. അവരതിനെ റിഫൈൻ ചെയ്ത് കൺസ്യൂമർ പ്രൊഡക്റ്റ് ആക്കുന്നതിനൊക്കെ മുന്നേ അവർ പല ടെസ്റ്റുകളും അവരുടെ സർക്കിളിൽ തന്നെ ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ മിലിറ്ററി ആയിക്കോട്ടെ, ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, CIA ആയിക്കോട്ടെ, അങ്ങനത്തെ ടീംസിൻ്റെ കയ്യിലില്ലേ ഈ ഇൻ്റലിജൻസ് ആൾക്കാരില്ലേ, മൊസാഡ് മറ്റേ ടീംസൊക്കെ ഇല്ലേ, ഈ ഇറാനിയൻ ഹാക്കേഴ്സ് എന്നൊക്കെ പറയില്ലേ, അവന്മാരുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. നോർത്ത് കൊറിയൻ ഹാക്കേഴ്സ് എന്നൊക്കെ പറയില്ല, അവരുടെ കയ്യിലൊക്കെ ടെക്നോളജി ഉണ്ടാവും. നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് ChatGPT ഉണ്ട്, മറ്റേ ജെമിനൈ ഉണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ മറ്റേ മിലിറ്ററിയുടെ കയ്യിലും മറ്റേ ഇൻ്റലിജൻസുകാരുടെ കയ്യിലൊക്കെ ഇപ്പോൾ ChatGPT വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. അവന്മാരുടെയൊക്കെ കയ്യിൽ 10 കൊല്ലം മുന്നേ ഉണ്ടാവും. അവന്മാർക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് വേർഷനൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പം അതിൻ്റെ ഒരു റിഫൈൻഡ് ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ്. കാരണം മറ്റവർക്ക് ഇപ്പോൾ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വേർഷനും അങ്ങനത്തെ ആയിരിക്കില്ല, അവർക്ക് പർപ്പസ് വേറെ ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ട്, ഈ തീവ്രവാദികളുടെയൊക്കെ ഡാറ്റാബേസ്, ഇപ്പോൾ ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും ഒരു ലക്ഷണം
അയാളുടെ അവിടെ ഇന്ന കയ്യിൽ ഇങ്ങനെ ഒരു ടാറ്റു ഉള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റാ ബേസിൽ നിന്ന് അയാളെ തപ്പിയെടുത്ത് കൊണ്ടുവരുന്ന അങ്ങനത്തെ സിസ്റ്റം ഇല്ലേ, അതും സിസ്റ്റം തന്നെയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ഓൾറെഡി അതുണ്ട്. അങ്ങനെ എന്തോ ഒരു സാധനം ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് ഈ 2016. അത് റഷ്യ സഹായത്തോടെ ചെയ്തോ അമേരിക്കക്കാർ എന്തായാലും ചെയ്യില്ല. ട്രംപിനെ കൊണ്ട് തലവേദനയാണ് CIAക്കും എല്ലാവർക്കും വന്നിരിക്കുന്നത്. അത് ഓപ്പണായിട്ട് ട്രംപ് CIAക്കാരെ അടിച്ച് പിരിഞ്ഞതൊക്കെയാണ്, ഇയാൾ പ്രൈവറ്റൈസ് ചെയ്യാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വേറെ ഏതോ ഒരു ഇൻ്റലിജൻസ് ഏജൻസി സഹായിച്ചിട്ടുണ്ട് ഈ ബോട്ട്സിനെ ഇൻ്റർനെറ്റിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട്. ഇതുവരെ കാണാത്ത രീതിയിൽ അത്രയും സ്കെയിലാണ് ആ ബോട്ട്സ് ഇൻ്റർനെറ്റിൽ വന്നത്. ആ ബോട്ടുകൾ ഇവോൾവായി മനുഷ്യന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങി. എന്താണോ നമുക്ക് കാണേണ്ടത് അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് സിമുലേറ്റഡ് കണ്ടൻസ്, അതായത് നമ്മുടെ ഡോപ്പമൈൻ നമുക്ക് ഹിറ്റാവണ പോലെ നമുക്ക് കാണുമ്പോൾ ഹായ് ഒരു സന്തോഷം, അങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ നമുക്ക് തരാൻ തുടങ്ങിയത് ഈ 2016 to 2021 വരെ ഉള്ള കാലഘട്ടത്തിലാണ്. സ്റ്റാർട്ട് ചെയ്തത് 2016. അപ്പം നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, അതിനിപ്പോൾ എന്താ, കുറച്ച് ബോട്ടല്ലേ വന്നോട്ടെ, കുറച്ച് പരസ്യമല്ലേ കണ്ടോട്ടെ, നല്ലതല്ലേ എന്നൊരു ചോദ്യം വരും. അതിൻ്റെ മറുപടി അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഗവൺമെൻറ്റിനും ഈ കോർപ്പറേറ്റ്സിനും കൺട്രോൾ ചെയ്യണം. നമ്മളെടുക്കുന്ന ഒരു തീരുമാനം ചുമ്മാ നമ്മളെ കൊണ്ട് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീ തിങ്കിങ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുമെങ്കിലും ആക്ച്വലി അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആക്ച്വലി അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. ഞാൻ കുറച്ച് അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ റോമൻ സർക്കസിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഇതെന്താ ഈ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഇതെന്താ എൻ്റെ റോഡ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ അടയ്ക്കുന്ന റോഡ് ടാക്സ് ഒക്കെ എങ്ങടാ പോണ് എന്നൊക്കെ നമ്മളൊരു 1000 പേര് ഒരുമിച്ച് ചിന്തിച്ചാൽ കളി മാറും. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഗവൺമെൻറ്റിനെതിരെയും കോർപ്പറേറ്റ്സിനെതിരെയും ഒന്നും ചിന്തിക്കാൻ പാടില്ല. കോർപ്പറേറ്റ്സുകാർ അവർക്ക് തോന്നിയ പോലെ നമുക്ക് ഫുഡ് പ്രൊഡക്ട്സിൽ ഓരോ കെമിക്കൽസും മറ്റേതൊക്കെ ചേർത്ത് തരും. വെള്ളത്തിൽ എന്താണ് ഉള്ളതെന്ന് ആർക്കറിയണം, അത് ചെക്ക് ചെയ്യുന്നതും അവർ തന്നെ. നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക്സിലും എല്ലാത്തിലും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ അവർ നമുക്ക് ചെയ്തു തരുന്നത്. ചിലവർ പറയില്ലേ ദുബായിലും അമേരിക്കയിലുള്ള പ്രൊഡക്ട്സും നമ്മുടെ അവിടുത്തെ പ്രൊഡക്ട്സും ഭയങ്കര വ്യത്യാസമാണെന്ന്. ഈ കൊക്കക്കോളയും മറ്റേതൊക്കെ അവിടുത്തെ കൊക്കക്കോളയും നമ്മുടെ കൊക്കക്കോളയും വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയില്ലേ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ അവിടെ ആ റൂൾസൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. റൂൾസ് സ്ട്രിക്റ്റ് അല്ലല്ലോ. അപ്പോൾ ഇവന്മാർക്കൊക്കെ അത് കൊടുത്താൽ മതി ആ സീന്. നമ്മൾ എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കണം. നമ്മൾക്ക് ഈ ഒരു സിസ്റ്റത്തിൽ പുറത്ത് വരാത്ത രീതിയിൽ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ഈസി ആയിട്ട് ഇപ്പോൾ പറ്റും. നമ്മുടെ ഓൺലൈൻ ബിഹേവിയറും ഈ ഓൺലൈൻ കോൺവെർസേഷൻ എല്ലാം അവരുടെ കൺട്രോളിലാണെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് എന്താണോ ചിന്തിപ്പിക്കേണ്ടത്. ഇപ്പോൾ എന്ത് വേണം? കുറച്ച് പേര് അടികൂടണം. അടികൂടാൻ ഒരു കാരണം ഉണ്ടാക്കി, ഇസ്രായേൽ പാലസ്തീൻ. എല്ലാവരും അടി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ എന്ത് കറപ്ഷൻ നടന്നാലും എന്ത് ഇതിട്ടാലും ഒരു പ്രശ്നമില്ല. ടാക്സ് കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ല, ഇവിടെ അടി. നീ സുഡാപ്പിയല്ലേ, നീ മറ്റവനല്ലേ, നീ മച്ചവനല്ലേ, നീ അവനല്ലേ, സംഖ്യയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ അടി. അവർ തന്നെ അവർക്ക് അടികൂടി അവർക്ക് ആ ഒരു ഡോപ്പമൈൻ കിട്ടണം. അവനെ പറഞ്ഞ് തോൽപ്പിച്ച് അവർ ഇപ്പുറത്തെ ആ ടാക്സ് തിരി കൂട്ടട്ടെ, കുഴപ്പമില്ല, ഇവിടെ അടി. മനസ്സിലായോ? അങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. തിരിച്ച് നമ്മുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലൈൻ ഹിസ്റ്ററി, D8ൻ്റെ ഹിസ്റ്ററിയാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഡെഡ് ഇൻ്റർനെറ്റിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ ഈ ഇല്ലുമിനേറ്റ് പൈറേറ്റ് അഗോര റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ ഇട്ട ആ ഒരു ആർട്ടിക്കിൾ കെയ്റ്റ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് 2021 തന്നെ അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസിനുണ്ട്, അതിൽ
പ്രസിദ്ധീകരിച്ചു. ഇൻ്റർനെറ്റ് ഡൈഡ് 5 years ago എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഹെഡിങ്ങിൽ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു. അവിടെ തൊട്ടാണ് മെയിൻ സ്ട്രീം ആവുന്നത്. അതുവരയ്ക്കും ഒരു കോൺസ്പിറസിയാണ്. പണ്ട് നമ്മൾ കോൺസ്പിറസി ആണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ എല്ലാം ഇപ്പോൾ കോൺസ്പിറസി അല്ലാതെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിലെ ഒരു സംഭവമാണ് ഈ DIT എന്ന് പറഞ്ഞ ഡെഡ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്പിറസി. ഇത്ര കാലം കോൺസ്പിറസി ആയിരുന്നു. ഇനിയാണ് മെയിൻ സംഭവം വരുന്നത്. 2024 ഇതിൻ്റെ ഒരു ബോംബ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ അതായത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്നൊക്കെ പറയില്ലേ. അതായത് ഇതൊക്കെ ഇങ്ങനെ ഒരാൾക്കാർ ഈ ഇല്ലൂമിനേറ്റ് പൈലറ്റ് ആർക്കറിയാം, ചിലപ്പോൾ ബോട്ടായിരിക്കും. ഈ കെയ്റ്റ്ലിൻ ഡിഫനിയൊക്കെ, ഈ കെയ്റ്റ്ലിൻ ജേർണലിസ്റ്റൊക്കെ അത് ഏതോ അമേരിക്കയിലെ ഏതോ ഒരു മാഗസിനാണ്, അവരെന്തോ എഴുതിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ മെയിൻ സ്ട്രീം ആക്കി, ഈ കെയ്റ്റ്ലിൻ വന്നിട്ട് അത് മെയിൻ സ്ട്രീം ആക്കി ആൾക്കാർ കുറച്ച് പേര് സംസാരിക്കുകയൊക്കെ ചെയ്തു. ആർക്കിത് മനസ്സിലായിട്ടൊന്നുമില്ല. എന്ത് ഇൻ്റർനെറ്റ് മരിക്കുക, എന്താ ഇപ്പം ആണ്. അന്ന് ഈ കൊറോണയും മറ്റേതൊക്കെ എൻ്റെ സമയത്തായി 2021. അപ്പോൾ ഈ ഇൻ്റർനെറ്റ്, അപ്പോൾ എല്ലാവരും ഇൻ്റർനെറ്റിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അങ്ങനെ ഒരു തമാശയ്ക്ക് വിട്ടു. പിന്നെ നമ്മുടെ റീൽസ് വന്നു, ടിക്ടോക്ക് വന്നു. ടിക്ടോക്കൊക്കെ അമേരിക്കയിൽ സീനാന്നാണ് പറയുന്നത്. പണ്ട് ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന ഓർമ്മയുണ്ട് എല്ലാവർക്കും. ടിക്ടോക്കിൻ്റെ അൽഗോരിതം നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അഡിക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മാതിരി അഡിക്റ്റീവ് ആയിരുന്നു അത്. ഇപ്പം അതൊക്കെ ഇവോൾവ് ചെയ്ത് എന്തൊക്കെയോ ആയി. അമേരിക്കക്കാരൊക്കെ ഫുൾ ടൈം അതിലാണെന്നാണ് പറയുന്നത്. അതായത് മറ്റേ റീൽസ് പോലെയൊന്നും അല്ല ഇത്, മറ്റേ റീൽസിൻ്റെ ഒരു 10 ഇരട്ടി എഫക്റ്റാണ് ടിക്ടോക്ക് എന്നൊക്കെയാണ് ടിക്ടോക്ക് യൂസ് ചെയ്യുന്നവരൊക്കെ പറയുന്നത്. ഞാൻ ഇടയ്ക്ക് VPN ഒക്കെ ഇട്ട് നോക്കലൊക്കെ ഉണ്ട്. വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് VPN ഇടുമ്പോൾ അങ്ങ് കറക്റ്റ് ആവുന്നില്ല. നമ്മൾ ഓരോ രാജ്യത്തിൻ്റെ എല്ലാം ഇടുക, ആ രാജ്യത്തിൻ്റെ എന്തൊക്കെയോ വരുന്നത്, കാര്യമില്ല. ഇനി നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. നമ്മൾ ആ ബോംബിട്ട കാര്യം എന്ന് പറഞ്ഞില്ലേ, ജൂലൈ 17 2024 കഴിഞ്ഞ കൊല്ലം ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ട് സ്ട്രീമറുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ ഇയാളില്ലേ തലയിക്കെട്ട്, എന്താ പുള്ളിയുടെ പേര്, മറ്റേ ആൾ മനസ്സിലായില്ലേ, എല്ലാ പ്രശ്നത്തിലും വന്ന് ഇടപെടുന്ന ആൾ. അത് രാഹുൽ ഈശ്വറില്ലേ നമ്മുടെ അവിടുത്തെ കൈൻഡ് ഓഫ് അതുപോലത്തെ ഒരാളാണ് ഈ ഡെസ്റ്റിനി. അതായത് പുള്ളി എല്ലാ പ്രശ്നത്തിലും ഇടപെടും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇടപെടും, എന്താണോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ കാര്യം പറയും. അതായത് പുള്ളിക്ക് തർക്കിക്കാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് സംസാരിക്കുന്ന ആൾ എന്തൊക്കെയോ പറയും. അതായത് എന്താണോ എല്ലാവർക്കും പോപ്പുലർ ഒപ്പീനിയൻ എന്താ അതിന് നേരെ ഓപ്പോസിറ്റ് അൺപോപ്പുലർ ഒപ്പീനിയൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാളുടെ വേറെ ഒപ്പീനിയൻ പറയും. അപ്പോൾ എന്നിട്ട് ആ ബാക്കിയുള്ളവരുടെ ഡിബേറ്റൊക്കെ പോവും. അങ്ങനത്തെ ഒരു സ്ട്രീമാണ്, പൊളിറ്റിക്കൽ സ്ട്രീമാണ്. ഇയാളെ തെറി വിളിക്കുക തന്നെ പണി. കാരണം ഇയാൾ അമ്മാതിരിയാണ്. ഇയാൾ എന്ത് പോപ്പുലർ ആണെങ്കിലും അതിന് ഒപ്പോസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താണ്, ഇയാളുടെ ഒരു പോസ്റ്റോ ഇയാൾ സ്ട്രീം ചെയ്യുമ്പോൾ ഇയാളെ തെറി എല്ലാവരും തെറി വിളിക്കുന്ന ആളാണ്. എല്ലാവരും കൊട്ടിയിട്ട് പോകുന്ന ആളാണ്. അയാളും ഭാര്യയൊക്കെ ആയിട്ട് എന്തൊക്കെയോ അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ആ പേരും പണ്ടും കളിയാക്കും, കുറേ കളിയാക്കും. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പുള്ളി 17 ജൂലൈയിൽ അയാൾ സ്ട്രീം ചെയ്യുമ്പോൾ, ഇവരൊക്കെ സ്ട്രീമേഴ്സാണല്ലോ, പൊളിറ്റിക്കൽ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ സ്ട്രീം ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ വരികയാണ്. അതായത് ഇയാളുടെ ചീത്ത വിളിക്കുന്ന കുറേ ആൾക്കാർ. ഇയാൾ ഒരാളുടെ ഇമേജ് എടുത്ത് നോക്കുകയാണ്, പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണ്. ആൽഫ മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലാണിത്. ഒരു ബ്ലാക്ക് പേഴ്സൺ, ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള ഒരാൾ. ആ ഫോട്ടോ ജനറേറ്ററാണ്. അങ്ങനെ ഒരാളില്ല, ഫോട്ടോ ആണത്. ഓക്കെ, ആൽഫ മെയിൽ എന്ന് പറഞ്ഞിട്ടൊരാൾ. ഇയാൾ കുറേ റാൻഡമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇയാളുടെ ഇതൊക്കെ എക്സിലാണ് സംഭവം നടക്കുന്നത്. ഇയാൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ ഇയാളും വേറൊരാളും കൂടി തമ്മിൽ സംസാരിച്ചിരിക്കുക. ഇയാൾ കുറേ കമൻസും പോസ്റ്റൊക്കെയാണ് ഇയാൾ ഇടാറ്. പക്ഷെ ഇയാൾ നേരിട്ട് വേറൊരാളുടെ അടുത്ത് കമൻസിൽ സംസാരിച്ചിരിക്കുക. ഫിലിപ്പ് എന്നാണ് അയാളുടെ പേര്. അയാൾ നോക്കുമ്പോൾ അയാളും ഫേക്കാണ്.
അതായത് പ്രൊഫൈൽ പിക്ക് ജനറേറ്റഡാണ്, റിയൽ അല്ല. അയാൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഇമേജ് വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചില ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2-3 തവണ ഒരേ ഇമേജ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എൻഗേജ്മെൻറ്റ്, അത് ഈ ബോട്ട്സിൻ്റെ ഒരു സ്റ്റൈലാണത്. എൻഗേജ്മെൻറ്റ് കൂട്ടാനോ അങ്ങനെ എന്തോ വേണ്ടിയിട്ടാണ് അവർ ഈ സെയിം ഇമേജ്, കാരണം അവർക്ക് പുതിയ പുതിയ കോണ്ടൻറ്റ് ഇല്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഈ ഹ്യൂമൻസ് പോസ്റ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും പോസ്റ്റും ചെയ്യണം. അപ്പോൾ നോക്കുമ്പോൾ ഈ ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഒരേ ഇമേജ് കുറേ തവണ പോസ്റ്റ് ചെയ്തിരിക്കണം. ഡിന്നർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഫിലിപ്പ് ഇട്ടൊരു ഫോട്ടോ ഉണ്ട്. ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും ബ്ലാക്ക് ആളാണ് കേട്ടോ. ഈ ഫിലിപ്പിൻ്റെ ഫോട്ടോ, ഡിന്നർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് എടുത്ത ഫോട്ടോ ഇല്ലേ, ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ താഴ്ന്ന ഇങ്ങനെയാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്, ഇങ്ങനെ മുകളിൽ താഴേക്ക് ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കാല് വൈറ്റ് കാല്, വൈറ്റ് ആൾക്കാരുടെ കാല്. സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ റെഡിറ്റിൽ സ്റ്റീക്സ് എന്ന് പറഞ്ഞിട്ടൊരു സബ് റെഡിറ്റ് ഉണ്ട്, അതിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണത്. അതായത് എൻ്റെ ഡിന്നർ നോക്കൂ കൂട്ടുകാരെ, ഞാൻ കഴിക്കുന്ന ഡിന്നർ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണിത്. എടുത്തിരിക്കുന്നത് റെഡിറ്റിൽ നിന്ന്. പിടികിട്ടിയ ഈ ആൽഫ മെയിലും ഫിലിപ്പും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, മനുഷ്യന്മാരെ പോലെ മനുഷ്യന്മാർ സംസാരിക്കുന്ന പോലെയല്ല, റാൻഡമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവിടെ നിന്നൊരു പോക്കാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഫിലിപ്പും ആൽഫമേലും സംസാരിക്കുന്നത്, അതിൻ്റെ കൂടെ ആൽബർട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ സംസാരിക്കണം, അതും ഫേക്ക്. അതിൻ്റെ ബയോയിൽ എഴുതിയിട്ടുണ്ട് ട്രംപ് 2004 2024 ട്രംപ്, അത് ഇലക്ഷൻ ട്രംപ് 2024 എന്നൊക്കെ പറയില്ലേ, അതുപോലെ എഴുതിക്ക് 2004. ഇങ്ങനൊരു 3-4 അക്കൗണ്ട് ഇയാളെ തെറി വിളിക്കുക, ഡെസ്റ്റിനിനെ സ്ട്രീമിൽ വന്ന് ചീത്ത പറയുന്ന ഒരാളുടെ പ്രൊഫൈലിൽ കയറി അയാളുടെ എക്സിൽ പോയി അവിടെ നിന്ന് അയാൾ ഫേക്ക്, അയാളുടെ കൂട്ടുകാരനും ഫേക്ക്, 2 കൂട്ടുകാരന്മാരെ കിട്ടി, 2 പേരും ഫേക്ക്. ഇവർ തമ്മിൽ എന്തൊക്കെയോ അങ്ങോട്ട് പിച്ചും ബേക്കെ പറയുക, ലെജിറ്റിമേറ്റ് ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങൾ ഇയാൾ ഈ ഡെസ്റ്റിനി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് സ്ട്രീമിൽ തന്നെയാണ് കേട്ടോ. സ്ട്രീമിൽ ലൈവ് സ്ട്രീം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ പ്രൊഫൈലായിട്ട് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ലിങ്ക് കിട്ടുകയാണ്. ഇതാണ് മൈൻഡ് ഫക്കായിട്ടുള്ള കാര്യം. ഈഗോൺ ചൊലാക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ, ഈഗോൺ ചൊലാക്കിയ എന്നാണ് അയാളുടെ പേര്. അയാളുടെ ഒരു യൂട്യൂബിൽ ലിങ്ക് കിട്ടുകയാണ്. ഇയാൾ ഇൻ്റലിജൻസ് അഡ്വൈസറാണെന്ന് പറയുന്നുണ്ട്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറോ അങ്ങനെ കുറേ ഇയാൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡെസിഗ്നേഷനൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരാളേ ഇല്ല. ഇപ്പോഴും അയാളുടെ ചാനലുണ്ട്. ഞാൻ അയാളുടെ ചാനൽ ഇവിടെ കൊടുക്കുക, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ. 3 മണിക്കൂർ 2 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ ആണ്. ആ വീഡിയോൻ്റെ കമൻസ് എടുത്ത് നോക്കൂ, അതും ഫേക്കാണ്. കമൻസൊക്കെ എന്തൊക്കെയോ ഇയാൾ പറയുന്നത് റഷ്യൻ്റെ പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. റഷ്യ എന്തൊക്കെയോ ആണ്, അതായത് റോബോട്ട്സ് ഇരുന്ന് സംസാരിക്കില്ലേ ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാണ്ട്. ഞാൻ തന്നെ ഈ വീഡിയോയിൽ എത്ര തവണ കട്ട് ചെയ്തിട്ട് എൻ്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട്. ഇതൊന്നുമില്ല, പുള്ളി ഒരൊറ്റ വർത്താനാണ്, കട്ടുമില്ല ഒന്നുമില്ല. 3 മണിക്കൂറൊക്കെ ഒരൊറ്റ സ്ട്രെച്ചിൽ ഇപ്പോഴുണ്ട്. ടേക്ക് ഡൗണും പോലും ചെയ്തിട്ടില്ല. കുറച്ച് ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ചൊളാക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലൈവ് സ്ട്രീമിൽ ചാറ്റ് ഉണ്ടാവുമല്ലോ ഡെസ്റ്റിനിൻ്റെ, ആ ചാറ്റിൽ ഹെൽപ്പ് മെസ്സേജ് TWO2110 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസർ നെയിമിൽ ഒരു ലിങ്ക് വന്നിരിക്കുക. ചൊളാക്കി എന്ന് പറഞ്ഞ ആളൊരു ഒറിജിനലാണ്, നീ എന്തൊക്കെയാണ് പറയണമെന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വന്നിരിക്കുക. ആ ലിങ്കിൽ ഒരു കോടതി ഡോക്യുമെൻ്റാണ്. ഈ പ്രൊഫൈലില്ലേ ഈ ഹെൽപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട്,
ആ ഹെൽപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് 2 മണിക്കൂർ മുന്നേ ഉണ്ടാക്കിയതാണ്. ഈ കോർട്ട് ഡോക്യുമെൻ്റ് ഈ ചാറ്റിൽ അയച്ച ആ ഒരു ഇതില്ലേ, ട്വിച്ചിലാന്ന് തോന്നുന്നു ഇവരൊക്കെ സ്ട്രീം ചെയ്യുന്നത്. ആ അക്കൗണ്ട് 2 മണിക്കൂർ മുന്നേ ഉണ്ടാക്കിയതാണ്. 3 AM രാവിലെ പുലർച്ചെ ജിയോ ലൊക്കേറ്റ് ചെയ്ത് പുള്ളി നോക്കിയപ്പോൾ വിസ്കോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയിലെ സ്ഥലത്താണ്. ഇയാളുടെ മെയിൽ ID എന്താ അറിയോ? ഈ ഹെൽപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഈ ചൊളാക്കിയൻ ഒറിജിനലാണ് എന്ന് പറഞ്ഞിട്ട് ചാറ്റിൽ വന്ന് ആ ഒരു കോർ ഡോക്യുമെൻ്റ് ലിങ്ക് അയച്ച ആളുടെ ഇമെയിൽ ID എന്താണെന്നറിയോ? fordestiny1337@gmail.com. ഫക്ക്, വാട്ട് ദ ഫക്ക്, മനസ്സിലായോ? അതായത് ഇയാൾ ചൊളാക്കിയൻ്റെ സാധനം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയതാണത് ആ അക്കൗണ്ട്. ആ സമയത്ത് ഉണ്ടാക്കിയിട്ട് എവിടുന്നോ ഒരു കോർ ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഇയാൾക്ക് ഒരു ലിങ്ക് അയച്ചു കൊടുത്തിക്കുക, ഈഗോൺ ചൊളാക്കിയൻ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട്. ഒരു ഫെഡറൽ കോർട്ട് കേസിൻ്റെ എൻ്റെ ഡോക്യുമെൻ്റ് അവൻ ഓപ്പൺ ചെയ്തു ലിങ്കിൽ. ശരിക്കും ഇങ്ങനത്തെ ലിങ്കൊന്നും അയച്ചു തന്നാൽ ഒരിക്കലും ഓപ്പൺ പോലും ചെയ്യരുത്. ഇവന്മാർക്ക് എന്ത് ലിങ്ക് ആവുന്ന അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് സാധനം അങ്ങോട്ട് പോയിരിക്കും. ഇവനെന്തോ അമർത്തി, ഇവനെ ഭ്രാന്താണ്, ഇവനമർത്തി. ഈ ഫെഡറൽ കോർട്ടിൻ്റെ എന്തോ ഒരു ഡോക്യുമെൻ്റാണ്, ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പക്ക ഫേക്ക് ഡോക്യുമെൻ്റ്. ഫോർ ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമെയിലിൽ നിന്ന് ഇവൻ ഈഗോൺ ചൊളാക്കിയൻ്റെ കാര്യം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് രാവിലെ 3 മണിക്ക് അമേരിക്കയിലെ വിസ്കോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുനിന്ന് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തേക്ക്. ആ ഡോക്യുമെൻ്റ് ആണെങ്കിൽ പക്ക ഫേക്ക്. ആ ഡോക്യുമെൻ്റൊക്കെ അവൻ കാണിച്ചു തരുന്നുണ്ട്. ഷിസോ ആർക്ക് എന്ന് പറഞ്ഞിട്ട് ഡെസ്റ്റിനി ഷിസോ ആർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. സ്ട്രീം 3-4 മണിക്കൂറിൻ്റെ സ്ട്രീമാണ്, അതൊന്നും കാണാൻ നിൽക്കണ്ട. ആ ഷിസോ ആർക്കിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോ? ചില്ലിങ് വീഡിയോ എന്നൊക്കെ പറയില്ല. അതായത് ഇവൻ അവസാനം എന്താ അറിയോ, ഇവൻ ഇങ്ങനെ നോക്കിയിട്ടേ ഇവനെ ഇങ്ങനെ ഒരു മെൻ്റൽ പോലത്തെ എടുത്താണ്. ഇവൻ പറയുകയാണേ ഇവർ ഈ കാണാൻ പറ്റാത്ത കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചു എന്നുള്ളൊരു ഫീലിംഗ് വരില്ലേ. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ഇത് ഞാൻ മെല്ലെ നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അവസാനം അങ്ങനെയൊക്കെ പറയേണ്ടതില്ല. അത് കേട്ടോ ശരിക്കും പേടിയാവും. ബോട്ട്സ് 2016 തൊട്ട് തുടങ്ങി, ഇപ്പോൾ 2024 എവിടെ എത്തി നിൽക്കണം നോക്ക്. ഈഗോൺ ചൊളാക്കിയൻ്റെ സാധനം ഞാനിവിടെ കൊടുക്കാം, അതും എടുത്ത് നോക്കിക്കോ. പക്ക ഫേക്കാണെന്ന് എങ്ങനെ, ഇത് ചുമ്മാ ഫേക്കാണ് പറയില്ല കേട്ടോ, അതിൻ്റെ കാരണം നോക്കിക്കോ. പിന്നെ അതിൽ കുറച്ച് 2-3 കാര്യങ്ങൾ പറയുന്നത്, ഇയാൾ ഇപ്പം നമുക്ക് ഈ ഒരു മൈക്കുണ്ട്, ഇയാൾ 2 മൈക്ക്, അതായത് ഇയാളുടെ കോട്ടിൽ 2 മൈക്ക് എന്തിനാ, ഒരു മൈക്ക് പോലെ ജനറേറ്റീവ് വീഡിയോ അല്ലേ, അപ്പോൾ അതിലെന്തോ ഒരു സംഭവമാണിത്, 2 മൈക്ക്. പിന്നെ ഈ ചൊളാക്കിയൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട് ഇയാളുടെ വെബ്സൈറ്റിലും എന്തോ ഒരു സംഭവത്തിൽ. ആ പിക്ചർ എടുത്ത് നോക്കിയപ്പില്ലേ, അതായത് ഈ ഈഗോൺ ചൊളാക്കിയൻ്റെ പിക്ചർ എടുത്തു. ഇയാൾ ഭയങ്കര ആളാന്നല്ല പറയുന്നത്, ഇയാൾ ഇൻ്റലിജൻസിൻ്റെ എന്തോ ആളാന്നൊക്കെയാണ് പറയുന്നത്. അതിലെടുത്ത് നോക്കിയപ്പോൾ ബാക്കിൽ കുറേ ഫ്രെയിംഡ് ഇമേജസ് ഉണ്ട്. അതിലെ എല്ലാ ഇമേജസും ഫേക്ക്, ജനറേറ്റഡ് ഇമേജസ്. കുറേ ബുക്ക് ഷെൽഫ് പോലെ ബുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബുക്കിനൊന്നും പേരില്ലാത്ത കുറേ ബുക്കുകൾ. ഈഗോൺ ചൊളാക്കിയനെ കുറിച്ച് വേറെ കുറേ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. അതിൽ കുറേ ആൾക്കാർ കണ്ടുപിടിച്ച് എന്താ അറിയോ, ഈഗോൺ ചൊളാക്കിയനും വേറെ 2 സ്ത്രീകളൊക്കെ ഉള്ളൊരു ഫോട്ടോ ഉണ്ട്. ആ 2 സ്ത്രീകളിനെ വേറെ ഏതോ ഒരു ഫോട്ടോന്ന് അങ്ങനെ ജനറേറ്റ് ചെയ്തെടുത്തതാണെന്ന്. അത് തെളിവ് കാണിക്കുന്നുണ്ട് അവർ. വേറൊരു ഫോട്ടോ, ആ ഫോട്ടോൻ്റെ ആ ഒരു സ്ത്രീനെ എടുത്തിട്ട് ഈ സ്ത്രീൻ്റെ മേലെ കൊണ്ടിങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് മാച്ച്. ഇതൊക്കെ കൂടി ആയപ്പോഴാണ് മറ്റേ കാര്യം പറഞ്ഞത്. ഞാനിത് എവിടെയോ എത്തി, ഇത് സംബഡി ഡോണ്ട് വാണ്ട് മീ ടു ഫൈൻഡ് ദിസ് തിങ്, ഞാനിതിവിടെ നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഡെസ്റ്റിനി ആ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത്, സ്ട്രീം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ
ഇപ്പം ചാറ്റ് GPT മറ്റേ ഗ്രോക്കൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് എന്താ ഉള്ളത്, പണ്ട് എന്താ ഉള്ളത് എന്ന് പറഞ്ഞില്ലേ, അത് ചുമ്മാ പറഞ്ഞതൊന്നുമല്ല ഞാൻ, അതിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുതരാം. 2-3 പ്രോഗ്രാംസ് ഉണ്ട്, ഇതൊക്കെ റിയൽ കാര്യങ്ങളാണ്. ഓപ്പറേഷൻ ഏണസ്റ്റ് വോയിസ് US മിലിറ്ററിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഫേക്ക് ഓൺലൈൻ പേഴ്സണൽസിന് ഉണ്ടാക്കിയിട്ട് പ്രൊപ്പഗൻഡ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് US മിലിറ്ററി ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് ഏണസ്റ്റ് വോയിസ്. ഡാർപ്പ എന്ന് പറയും, ഡിഫൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി. അവർ ഓപ്പൺലി ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ഓൺലൈൻ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രോഗ്രാമാണ് ഏണസ്റ്റ് വോയിസ് ഓപ്പറേഷൻ എന്ന് പറയുന്ന അവരുടെ പ്രോഗ്രാം. ഓപ്പറേഷൻ മേവൺ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പ്രോഗ്രാമുണ്ട്, US ഡിഫൻസിൻ്റെ അണ്ടറിലുള്ളത്. അതും ഇതാണ്, മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമാണ്. ആൾക്കാരിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഈ അൽഗോരിതം എന്നൊക്കെ പറഞ്ഞത് ആകാശത്ത് നിന്ന് പൊട്ടി വീണൊന്നുമല്ല, ഇതൊക്കെ ഇവരുടെ പ്രോഗ്രാമിനെ ഒന്ന് പൊടി തട്ടി എടുത്തതാണ്. മിലിറ്ററിയും ഡിഫൻസിന് എന്ത് ചെയ്യണം, അവരുടെ കാര്യത്തിൽ ഇപ്പോൾ യുദ്ധത്തിന് പോകണം, ഇറാഖിൽ യുദ്ധത്തിന് പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇറാൻ്റെ അടുത്ത് യുദ്ധത്തിന് പോകണം, എന്തു ചെയ്യണം, ഇറാനെക്കുറിച്ച് കുറേ കുറ്റങ്ങളിങ്ങനെ കുറേയൊക്കെ ഉള്ളതിനായിരിക്കും, കുറ്റങ്ങളിങ്ങനെ ആൾക്കാരുടെ ഇതിലേക്ക് ഫീഡിലേക്ക് എത്തിക്കണം. അപ്പോൾ ആൾക്കാർക്ക് തോന്നുമോ ഇവന്മാർ ഇത്തിരി ശരിയല്ല. ഇറാൻ്റെ അടുത്ത് ഒരു മിസൈലും ഇല്ല, ഒരു എയർ സപ്പോർട്ടും അല്ലെങ്കിൽ എയർ പവറും അവർക്കില്ല, എയർഫോഴ്സിൻ്റെ പവർ അവർക്കില്ല ഈ അമേരിക്ക എത്താനായിട്ട്, ഒരു സംഭവമില്ല. പക്ഷെ എന്നാലും അമേരിക്കയിലെ ആൾക്കാർ പറയുന്നത് ഇറാൻ അമേരിക്കനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണ്. അത് എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരും എന്ന് ആർക്കും അറിയില്ല. ഇറാനിൽ നിന്ന് ഒരു മിസൈൽ വിട്ട് അമേരിക്ക എത്തണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഈ അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റമൊക്കെ അത്രയും അഡ്വാൻസ്ഡ് ആണ്. അവർക്ക് ആ പോണ വഴിക്കൊക്കെ ഡിഫൻസ് സിസ്റ്റം നിരത്തി വെച്ചിട്ടുണ്ട്, ഓരോ ഐലൻഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്നിട്ടും അമേരിക്കൻ ആൾക്കാരുടെ അടുത്ത് അമേരിക്കൻ സിറ്റിസൺസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മുടെ ശത്രു ഇറാനാണ്, ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഇടും അമേരിക്കയിൽ എന്നാണ് പറയുന്നത്. ഒരിക്കലും അത് ഇടാൻ പറ്റില്ല എന്ന് എക്സ്പേർട്സ് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ബോംബ് കൊണ്ട് ഇടാനുള്ള എയർക്രാഫ്റ്റൊന്നും ഫൈറ്റർ ജെറ്റും കാര്യങ്ങളൊന്നും അവരുടെ കയ്യിലുമില്ല. റഷ്യയുടെ കയ്യിലുണ്ടാവും, ഇറാൻ്റെ കയ്യിലില്ല. പക്ഷേ ഇറാനാണ് ശത്രു, മെയിൻ ശത്രു. ഇങ്ങനെയാണ് ആ ഫീഡിലേക്ക് ഇങ്ങനെ കയറ്റുകയാണ്, ഇഞ്ചക്ട് ചെയ്ത് ഇറാനിൽ അങ്ങനെ ചെയ്തു, അമേരിക്കയിൽ ഇങ്ങനെ ചെയ്തു. ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇറാൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അമേരിക്കക്കാർ CIA ആണ് അവിടെ മര്യാദയ്ക്ക് അവർ എലക്റ്റഡ് ഒഫീഷ്യലിനെ പിടിച്ച് മാറ്റി ഈ ഓയിൽ മുഴുവൻ ബ്രിട്ടീഷ് പെട്രോളിയം BPക്ക് വിറ്റത്. അതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട. അപ്പോൾ ഇതുപോലെ പ്രൊജക്ട്സ് പോലെ തന്നെ ഈ സൈബർ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് കുറേ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇവരുടെ കയ്യിലൊക്കെ ഉണ്ട്. 5 Eyes ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, UK, USA ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടൊരു പരിപാടിയുണ്ട്. പിന്നെ ഇസ്രയേലിൻ്റെ 8200 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂണിറ്റ് സൈബർ ഇൻ്റലിജൻസിന് പേര് കേട്ട ആൾക്കാരാണ്. ഇവരുടെ കയ്യിലൊക്കെ ഓൾറെഡി ഇങ്ങനത്തെ ഉണ്ട്. അത് അവർ യൂസും ചെയ്യുന്നുണ്ട്. ആ യൂസ് ചെയ്തത് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞു പോലും ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 1.5 മണിക്കൂർ ഇത് ഇരുന്ന് കേട്ടു, ഇതൊക്കെ മനസ്സിലായി, ശരി. അപ്പോൾ നമ്മളിപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കാര്യം തന്നെ, ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. നാളെ നിങ്ങൾ ഒരു പേരും നാളും ഒന്നുമില്ലാതെ ഒരു പോസ്റ്റ് 0 പോസ്റ്റുള്ള ഒരു ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ടിൻ്റെ അടുത്ത് അടി കൂടുകയാണ് വിചാരിക്കുക. ചുമ്മാ കമൻറ്റ് ചെയ്തിട്ട് മറ്റവരാടാ നല്ലത്, ഇസ്രായേലാടാ നല്ലത്, പാലസ്തീനാടാ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് അടി കൂടുകയാണ്, തെറി വിളിക്കുക, അടി കൂടുകയാണ് ഒരു ആളുടെ അടുത്ത്. അത് ചിലപ്പോൾ ഒരു ബോട്ടായിരിക്കാം. മനസ്സിലായോ? അത്രേ ഉള്ളൂ കാര്യം. നാളെ നിങ്ങളൊരു വീഡിയോ ഇട്ടു, അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് ചെയ്യാണ്,
അങ്ങനെ ഇങ്ങനെ പൊളിറ്റിക്കൽ കമൻസ് ആയിരിക്കും ഈ ബോട്ട്സൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ ഹായ് ബ്യൂട്ടിഫുൾ, ഹൗ ആർ യു, അങ്ങനത്തെ കമൻസ് ബോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. പൊളിറ്റിക്കൽ കമൻസ്, ഈ പൊളിറ്റിക്കൽ അക്കൗണ്ട്സൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്കങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട്. ഈ ഡെസ്റ്റിനെ പോലെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതും വരും. ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇവർ നമ്മളെ ഫോളോ ചെയ്യുന്നില്ല, ഇവർ നമ്മുടെ ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ടാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ വേറെ വീഡിയോസിലൊന്നും വരില്ല. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഈ ഇസ്രായേൽ പാലസ്തീൻ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ വാറ്, അല്ലെങ്കിൽ ഞാൻ മറ്റേ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ചെയ്തില്ല. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ചെയ്യുമ്പോൾ അപ്പം അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ യുദ്ധം, ഈ ജിയോ പൊളിറ്റിക്സ് എന്നൊക്കെ നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കുറേ ആൾക്കാർ വരും. അവർ നമ്മളെ ഫോളോയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ എന്താണ്, ഇങ്ങനെ എന്തൊക്കെയോ പറയും. ഇവരൊക്കെ ബോട്ടാണോ, ഇവരൊക്കെ ഉള്ളതാണോ അറിയില്ല. ചിലപ്പോൾ ബോട്ടായിരിക്കാം. നാളെ നിങ്ങൾ ഇതുപോലെ ആയിരത്തെങ്കിലും അടികൂടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോ, ഇവരൊരു ബോട്ടായിരിക്കാം. അത്രേ നമുക്കിതൊന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ കുറേ ആൾക്കാർ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, മനസ്സിലായേ? കുറേ ആൾക്കാർ, ഇപ്പോൾ ലോകത്തിൽ ഒരുപാട് ആൾക്കാർ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞിട്ട് നമുക്ക് അതിൽ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ അത് ഫോളോ ചെയ്ത് പോകേണ്ട ഒരു കാര്യമില്ല. അവനവനെ ചിന്തിക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മൾ ചിന്തിക്കുക, നമുക്കെന്താണ് നല്ലത് തോന്നുന്നത്. അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ മെജോറിറ്റിൻ്റെ കൂടെ നിൽക്കുന്നതായിക്കോട്ടെ, മൈനോറിറ്റി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് ചെയ്യുക. അത്രേ ഇവിടെ ഇതിന്ന് നമുക്ക് എടുക്കാനുള്ളൂ. അത് മനസ്സിലാക്കുക. അത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഹെവി ഐറ്റംസ് ആയിരിക്കും. ഇപ്പം തന്നെ നമുക്ക് ഈ കോമൺ പീപ്പിളിന് ഇതിന് ആക്സസ് കിട്ടി, ഈ AI എന്നിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പം എന്ത് സാധനം ഉണ്ടാവും? നമുക്ക് തന്നെ ഇപ്പോൾ AI കൊണ്ട് ഇത്രയും കാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇപ്പം എന്തൊക്കെ ഉണ്ടാവും? അതും കൂടി ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ. ഇത്രേ ഉള്ളു കാര്യം. ഇതാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചു. അപ്പോൾ എപ്പോഴും പറയാവുന്ന പോലെ ഇത് അറിയാലോ, കുറച്ച് ലെങ്തി വീഡിയോസ് ആയിരിക്കും. പോഡ്കാസ്റ്റിൽ ഇത് നമുക്ക് റിലാക്സ് ചെയ്ത് ഇങ്ങനെ കേൾക്കേണ്ട വീഡിയോസാണ്. ഇതിലിങ്ങനെ മറ്റേ ഫാസ്റ്റ് കട്ട്സ്, ബാക്കിൽ ഇങ്ങനെ ഒരു അനിമേഷൻ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ റിലാക്സ് ചെയ്ത് നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ഞാനൊക്കെ അങ്ങനെ ചെയ്യാറ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പോഡ്കാസ്റ്റിങ്ങിന് പ്ലേ ചെയ്യും. അതുപോലെ ചെയ്യാനുള്ളതാണ്. ചിലവർക്ക് അത് അറിയാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിട്ട് എനിക്ക് കുറേ മെസ്സേജൊക്കെ അയക്കലുണ്ട്, കുറച്ച് ഫാസ്റ്റാക്കി കൂടെ, ഇത്ര ലെങ്ത്ത് വേണോ, കുറച്ചുകൂടെ എന്നൊക്കെ ചോദിക്കലുണ്ട്. അത് അവർക്ക് മേ ബി ഇതൊരു ന്യൂ കോൺസെപ്റ്റ് ആയതുകൊണ്ടായിരിക്കും. ഈ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യണത് മാത്രമല്ല, ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ പോഡ്കാസ്റ്റ്. ഓക്കെ, ഇത് നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ സംസാരിക്കേണ്ട ഒരു പോഡ്കാസ്റ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ അവരോട് എല്ലായിടത്തും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ സൺഡേ 4 മണിക്ക് നമ്മുടെ പുതിയ എപ്പിസോഡ്സ് വരും. അപ്പോൾ ഷെയർ ചെയ്യുക, പറ്റണത്ര കേൾക്കുക. ഒരുപാട് ക്ഷമയൊന്നുമില്ല, എനിക്കും ഇപ്പോൾ അത്ര ക്ഷമയൊന്നുമില്ല, അറിയാലോ. അപ്പോൾ പറ്റണത്ര കേൾക്കുക, ബാക്കി ലൈക്കോ കമൻറ്റൊക്കെ ഇടുക. അപ്പോൾ കുറച്ച് അൽഗോരിതം ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. അൽഗോരിതത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് അൽഗോരിതം എന്താ ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ.